നമസ്കാരം. നീല് തന്റെ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും ആ പ്രകാശത്തെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യിക്കുമ്പോൾ അത് തുടർന്ന് സ്ഫോടനമായി മാറിയ ആ രംഗം വല്ലാത്തൊരു അമ്പരപ്പോടെയും ഞെട്ടലോടെയും അവിടെ തടങ്കലാക്കപ്പെട്ടിരിക്കുന്ന ആ യുവാക്കളുടെയും തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവരുടെ തൊണ്ട അങ്ങ് വറ്റിപ്പോയിരിക്കുകയാണ്. ഈ 3 വൃത്തത്തിന് പുറത്തായി 15 സെക്ഷൻ മാസ്റ്റേഴ്സും 15 വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും ചേർന്ന് ഒരു അടിപൊളി വൃത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഫൈനൽ വൃത്തം എന്ന് പറയുന്നത്. ആ വൃത്തത്തിലുള്ള വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും ഒക്കെ ഈ കാഴ്ച കണ്ടു. ഒരക്ഷരം പോലും ഇണ്ടാതെ ആ ടീം ആ കാഴ്ചയിലേക്ക് എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീലിന്റെ മുന്നോട്ടുള്ള കുതിപ്പും അയാളുടെ കൈയുടെ വേഗതയും വർദ്ധിക്കുകയാണ്. അയാളുടെ ദേഹത്തേക്ക് വീഴുന്ന ആ എൻറ്റിയർ മിന്നലിനെയും പ്രകാശ ഗോളങ്ങളായി കൺവേർട്ട് ചെയ്തുകൊണ്ട് നീൽഗിരി ആ ബാക്കിയുള്ള എൽഡേഴ്സിന് മുകളിലേക്ക് അങ്ങനെ പാഞ്ഞു കയറുമ്പോൾ സ്ഫോടനങ്ങളുടെ നിര തന്നെ ഉണ്ടാകുകയാണ്. ഏകദേശം 1 മിനിറ്റ് ആയില്ല. അതിനു മുമ്പ് ആ എൽഡേഴ്സ് മുഴുവൻ കഷ്ണങ്ങളായി അങ്ങ് ചിതറി. ശരിക്കും ഒരു റിഫ്ലക്ഷൻ ആ ശൈലിയിൽ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. അവരുടെ ശക്തിയാണ് തിരിച്ച് അവർക്ക് മുകളിൽ വന്നിടിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണാടി പിടിച്ചതുപോലെ ഒരു ഇഫക്റ്റ്. ഒരു തരത്തിലും സങ്കല്പിക്കാനാവാത്ത ആ ഒരു ആക്ടിവിറ്റി ആ ടീമിനെ ഒന്നടങ്കം തീർത്തപ്പോ സെക്ഷൻ മാസ്റ്റർമാരിൽ ഒരാൾ ആ ഔട്ടർ റിംഗിൽ നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, ആ റിംഗ് വിട്ടേക്ക്, അറ്റാക്ക്, അവനെ ഇനി വെച്ചോണ്ടിരിക്കണ്ട. അത് കേട്ടതും ആ സെക്ഷൻ മാസ്റ്റേഴ്സ് ഒരുക്കി കൊടുത്ത വഴിയിലൂടെ ആ എൻറ്റിയർ ഔട്ടർ റിംഗിലെ എൽഡേഴ്സും പുറത്തേക്ക് ഒരൊറ്റ കുതിപ്പ്. അങ്ങനെ കുതിച്ചു വരുന്ന ആ ടീമിന്റെ കൈവശം വിവിധ തരത്തിലുള്ള ആയുധങ്ങളുടെ വൻ ശേഖരമുണ്ട്. ഏകദേശം ഒരു 10-70ഓളം വരുന്ന ആ ടീം ഇപ്പോ നീലിനെ പൂർണ്ണമായും അങ്ങ് വളഞ്ഞു. നീലിന് സമയം കൊടുക്കാതെ നീലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാണ് യഥാർത്ഥത്തിൽ ആ സെക്ഷൻ മാസ്റ്റേഴ്സ് ആ എൽഡേഴ്സിനെ കൊടുത്തിരിക്കുന്നത്. നീലിനെ അറ്റാക്ക് ചെയ്യാനായി ഇപ്പൊ വന്നിരിക്കുന്ന എൽഡേഴ്സിൽ 4th, 5th, 6th ലെവലിലെ സുപ്രീം എംപറേഴ്സ് ഉണ്ട്. അതിശക്തരായ ഒരു കൂട്ടം യോദ്ധാക്കൾ. ആ യോദ്ധാക്കൾ നീലിനെ വളഞ്ഞതും അതിലൊരു എൽഡർ നീലിനോട് പറഞ്ഞു, ഹേയ് നീൽഗിരി, നീ ഒരു ജീനിയസ് ആണ്. നിന്റെ ലൈഫ് നീ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് തികച്ചും സങ്കടകരമായ കാര്യമാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിൽ ഞാനൊരു ഓപ്പർച്യൂണിറ്റി വാങ്ങി നൽകാം. അവരുമായി ടൈപ്പ് ചെയ്താൽ നിന്റെ ഈ കൾട്ടിവേഷൻ ലെവൽ ഒരുപാട് മുകളിലേക്ക് ഉയരും. നാളെ ഈ കുള്ളന്റെ ഏക ഛത്രാധിപതിയായി നീ അങ്ങ് മാറുകയും ചെയ്യും. ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. ആ എൽഡർ അത് പറഞ്ഞതും നീല് മറുപടി പറയാതെ മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. മുന്നോട്ട് കുതിച്ചു എന്ന് മാത്രമല്ല, നീലിന്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന എൽഡറുടെ നെഞ്ച് പിളർക്കെ നീലിന്റെ ഇടത് കൈ ഒന്ന് പതിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ഒരാളെ അങ്ങ് വളയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആള് ഭയപ്പെട്ടു പോവുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. പക്ഷെ ഇവിടെ നീല് തികച്ചും അപ്രതീക്ഷിതമായി ഏറ്റവും ഇടതുവശത്തുണ്ടായിരുന്ന ആളെ നീലങ്ങ് അറ്റാക്ക് ചെയ്യാൻ ഒറ്റ ഇടിക്ക് അയാളുടെ നെഞ്ചുകൂട് തകർന്നു. ആ നിമിഷത്തിൽ അയാൾ അവസാനിക്കുകയും ചെയ്തു. ശരിക്കും ആ മനുഷ്യന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകും മുമ്പ് അവന്റെ നെഞ്ചുകൂട് നീല് തകർക്കുകയായിരുന്നു. ഇപ്പോ ബാക്കിയുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലായി. നീലിനോട് വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കിയതും ഏറ്റവും മുൻഭാഗത്തുണ്ടായിരുന്ന ആളുകളിൽ ചിലർ ഉടൻ തന്നെ അവരുടെ ഡിവൈൻ ഓറ ഒരു പ്രത്യേക രീതിയിലേക്ക് ഒന്ന് മാറ്റി പിടിപ്പിക്കുകയാണ്. ആ ഓറ അവർ റിലീസ് ചെയ്തപ്പോ അവരുടെ ബോഡിക്ക് പുറകിലായി കരടികളും സിംഹവും ആനയും കഴുകനും പക്ഷികളുടെ വിവിധ രൂപങ്ങളും ഒക്കെയായി രൂപങ്ങൾ ഉണ്ടാവുകയാണ്. ശരിക്കും ഓരോരുത്തരും അവരുടെ മനസ്സിനകത്ത് ഒരു രൂപത്തെ സങ്കല്പിച്ച് ആ രൂപത്തെ ഏതാണ്ട് ഫിസിക്കലാക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടായി വന്നിരിക്കുന്നത് മായിക രൂപങ്ങളാണ്. പക്ഷെ ആ മായിക രൂപങ്ങൾക്ക് വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അതാത് ജീവികളുടെ ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു അസാധാരണ കഴിവ് കൂടി ഈ കൾട്ടിവേറ്റേഴ്സ് നേടിയിട്ടുണ്ട്. സുപ്രീം എംപർ ലെവലിലേക്ക് കടന്നിരിക്കുന്ന അവർക്ക് വളരെ എളുപ്പം ആ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. കരടിയുടെ അലർച്ചയും സിംഹത്തിന്റെ അലർച്ചയൊക്കെ അങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്. ആ അലർച്ചയോടുകൂടി ആ ജീവികൾ നീൽഗിരിക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ നീല് ഒരു സെക്കൻഡ് പോലും അമാദിക്കാതെ ആ ജീവികൾക്ക് നേരെ തന്റെ ആയുധങ്ങളുമായി കുതിക്കുകയാണ്. ഇടത് കൈയിൽ ഡ്രാഗൺ സ്ലെയിങ്സോടും വലത് കൈയിൽ ആ 9 സ്കൈ സ്പിയറുമായി നീല് കുതിച്ച് മുന്നോട്ട് കയറുമ്പോൾ ആ ഫാൻഡംസ് ആ ആക്രമണത്താൽ തകർക്കപ്പെടുന്ന അൺബിലീവബിളായ ഒരു കാഴ്ചയാണ് ആളുകൾ കാണുന്നത്. അതിശക്തരായ ആ യോദ്ധാക്കളുടെ ആ പ്രാവീണ്യത്തെ മറികടന്നുകൊണ്ട് നീല് ആ ഫാൻഡങ്ങളെ തകർക്കപ്പോൾ ആ ഫാൻഡം ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ തിരിച്ചടി കിട്ടും. നീലിന്റെ തൊട്ടു മുന്നിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ട്രൂ എനർജി ഉപയോഗിച്ച് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു മായിക രൂപമാണ്. ആ രൂപം അവരുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അവരുടെ ചിന്തയുടെ ഒരു പ്രതിഫലനമാണ് അവിടെ ഉണ്ടാകുന്നത്. ആ രൂപത്തിലേക്ക് നീല് തന്റെ കുന്തം കൊണ്ട് ആഞ്ഞു കുത്തുകയും അതുപോലെ വാളുകൊണ്ട് ആഞ്ഞു വെട്ടുകയും ചെയ്യുമ്പോൾ
അത് കഷ്ണങ്ങളായി മുറിക്കപ്പെടുമ്പോൾ ആ രൂപത്തിന്റെ പുറകിലുള്ള ഒറിജിനൽ കക്ഷി പുറകോട്ട് തെറിക്കുകയാണ്. പരിക്കുകൾ പറ്റി ആളുകൾ വീഴുമ്പോഴേക്കും പല ഭാഗത്തുനിന്നും നീലിനെ അറ്റാക്ക് പരിക്കുകൾ പറ്റി ആ കക്ഷികൾ വീണെങ്കിലും നീലിനെ വളഞ്ഞിരിക്കുന്ന സംഘം നീലിന്റെ മുകളിലേക്ക് വൻതോതിൽ പരിക്കേൽപ്പിച്ചു തുടങ്ങി. ഹോളി ഹെർബ് വാലിയിലെ ആ സെക്ഷൻ മാസ്റ്റർ നീലിന് കൊടുത്തിരിക്കുന്ന ആ സ്വർണ്ണ വസ്ത്രം നീല് ധരിച്ചിട്ടുണ്ട്. അതൊരു പ്രൊട്ടക്റ്റഡ് കവറാണ്. പക്ഷെ ആ കവറിൽ വരെ ക്ഷതമേൽപ്പിക്കത്തക്ക ശൈലിയിൽ അതിശക്തരായ യോദ്ധാക്കളാണ് നീലിനെ അറ്റാക്ക് ചെയ്യുന്നത്. നീലിനേക്കാൾ ഒരുപാട് വേഗത കൂടുതലുള്ള ആ യോദ്ധാക്കളുടെ സമ്മർദ്ദം, ശക്തി, ഇത് രണ്ടും ഒരുമിച്ച് നീൽഗിരിക്ക് മുകളിൽ അപ്ലൈ ചെയ്യപ്പെട്ടപ്പോൾ നീലങ്ങ് തെറിച്ചു. ശരിക്കും നീലിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു പറയാം. തെറിച്ച് അല്പ ദൂരേക്ക് നീലങ്ങനെ വീഴപ്പോ നീല് ആ ഡ്രാഗൺ സ്ലിംഗ് സോഡ് തറയിലൊന്ന് കുത്തി. ആ സോഡ് തറയിലേക്ക് കുത്തിയ നീൽഗിരി ആ നിമിഷത്തിൽ ആ സോഡ് പിടിച്ചുകൊണ്ട് തന്റെ ഡിവൈൻ സെൻസ് നേരെ സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് കയറ്റി. സംസാര ഗ്രേവിയാർഡിനകത്ത് അവർ മൂന്നുമുണ്ട്. മോർണിംഗും ഷൂലിരേക്കറും അതേപോലെ സാക്ഷൽ നീ ബൈജാനും. നീല് അവരുടെ മുന്നിലെത്തിയതും അവരോടായി നീല് പറഞ്ഞു, എനിക്ക് ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ അനുകൂലിക്കുന്ന ആളുകളെ അവസാനിപ്പിച്ചേ പറ്റൂ. അതിനെനിക്ക് ശക്തി വേണം. കൂടുതലൊന്നും ആലോചിക്കാതെ ആ നിമിഷം തന്നെ മോർണിംഗ് നീലിന്റെ നെറ്റിക്ക് നേരെ ഒന്ന് കൈ ചൂണ്ടി. ആ നിമിഷത്തിൽ അവളുടെ ദേഹത്തുനിന്ന് ഒരു പ്രകാശം അതിവേഗതയിൽ നീലിന്റെ നെറ്റിയിലേക്ക് ഇടിച്ചു കയറി. ആ പ്രകാശം നീലിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുമ്പോൾ മോർണിംഗ് അവിടെ ഇടത് കൈ നീലിന്റെ കൈയിലേക്കൊന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ നീലിന്റെ കൈക്കുള്ളിൽ ഐസിന്റെ നിറമുള്ള ഒരു ചെറിയ സോഡ് പ്രത്യക്ഷപ്പെട്ടു. മോർണിംഗ് നീലിനോട് പറഞ്ഞു, ടു മാസ്റ്റർ, ഇതേ എനിക്ക് പറ്റൂ. മോർണിംഗ് സമയം മെനക്കെടുത്താതെ അങ്ങനെ ചെയ്തതും ഷൂലിനേക്കർ തന്റെ വലത് കൈയിലെ ചൂണ്ടുവരിൽ നീലിന്റെ നെറ്റിക്ക് നേരെ ഒന്ന് ചേർത്ത് പിടിച്ചതും ഷൂലിനേക്കറുടെ ബ്ലഡ് എനർജി അതിവേഗതയിൽ നീലിന്റെ ബോഡിയിലേക്ക് ഇരച്ചു കയറി. നീൽ ഒന്നും നോക്കണ്ട, തീർത്തേക്കാവുമാരെ. അങ്ങനെ ഷൂലിനേക്കർ പറഞ്ഞതും നീ ബൈജാൻ നീലിന്റെ നെറ്റിയിലേക്ക് നീ ബൈജാന്റെ വലത് കൈയും ഒന്ന് ഉയർന്നു. ആ നിമിഷത്തിൽ നീലിന്റെ നെറ്റിയിലേക്ക് നീ ബൈജാന്റെ കയ്യിൽ നിന്ന് ആ ചുവന്ന പ്രകാശം അങ്ങനെ ഇടിച്ചു കയറുകയാണ്. നീൽ ഇത് ആളുകളെ സപ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സോഡാണ്. അങ്ങനെ നീ ബൈജാൻ പറയുമ്പോൾ നീലിന് തന്റെ മനസ്സിൽ ഒരു സോഡ് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. നീല നിറത്തുള്ള ഒരു കുഞ്ഞു സോഡ്. നീൽ ആ സോഡ് കണ്ടതും ആ സോഡ് നീലിന്റെ കൺമുമ്പിലായി തെളിഞ്ഞു വരികയും ചെയ്തു. ആ സോഡ് നീലിന്റെ മുന്നിലേക്ക് തെളിയുമ്പോൾ തന്നെ ആ സോഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുള്ള വിവരങ്ങളൊക്കെ നീലിന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു വരികയാണ്. നീലിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞു വരികയാണ്. ആ മൂന്ന് പേരെ ഒന്ന് നോക്കിയിട്ട് നീൽ ഉടൻ തന്നെ സംസാര ഗ്രേവിയാർഡിനകത്തുനിന്ന് പുറത്തു കിടന്നു. നീല് ശരിക്കും ആ സോഡിൽ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നീലിനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്. നീല് തെറിച്ച് വീണിട്ടും നീലിന്റെ അടുത്തേക്ക് പോവാതെ നീലിന്റെ ആ പോസ്റ്റർ അവരങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെയും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് നീൽഗിരി. അവൻ എങ്ങനെ ഏത് ശൈലിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അവൻ യഥാർത്ഥത്തിൽ ഒരു ഡാവോ യുവാൻ ലെവലിലെ 5th സ്റ്റേജിലെ യോദ്ധാവാണെന്ന് അവന്റെ ഓർ അനലൈസ് ചെയ്ത അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവൻ കൊല്ലുന്നത് സുപ്രീം എംബർ ലെവലിലെ 1st സ്റ്റേജിലെയും 2nd സ്റ്റേജിലെയും 3rdiലെയും 4thിലെയും അതിശക്തരായ യോദ്ധാക്കളെയാണ്. എങ്ങനെ? അതാണ് അവർക്ക് അറിഞ്ഞുകൂടാത്ത ഉത്തരം. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ അവർക്കൊരു മടിയുണ്ട്. അവര് നീല് അവന്റെ രഹസ്യായുധം രംഗത്തെടുക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു ചിന്തയിൽ ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ രഹസ്യായുധമുണ്ട്. ആ രഹസ്യായുധമാണ് പലപ്പോഴും അവനെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്. ആ രഹസ്യായുധം അവൻ എടുത്താൽ ആരാണോ ആദ്യം ചെന്നുപെടുന്നത് ആ ആളിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് തന്നെ ആ ടീം ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ സെക്ഷൻ മാസ്റ്റേഴ്സും വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും അക്ഷമരാവുകയാണ്. അവർക്ക് ഒരു ഭയമുണ്ട്. ആ ഭയം ഹാൻഡ് ജോബ്സുമായി കണക്റ്റഡ് ആണ്. ഹാൻഡ് ജോബ്സ് അവിടേക്ക് ഇരച്ചു കയറി വന്നാൽ അവിടെ പലതും നടക്കും. ആ ഫോർമേഷന്റെ ശക്തിയാണ് ആ സെക്ഷൻ മാസ്റ്റേഴ്സിന്റെയും വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സിന്റെയും യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ആ ഫോർമേഷനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഹാൻഡ് ജോബ്സ് അവരെ കൊന്നൊടുക്കും. അക്കാര്യത്തിൽ അവർക്ക് ആർക്കും ഒരു തരത്തിലുമുള്ള സംശയമില്ല. ഹാൻഡ് ജോബ്സ് അറിയാതെ അതുകൊണ്ട് രഹസ്യമായിട്ട് അവർ ഇവിടെ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഈ ശൈലിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടേക്ക് നീൽഗിരി കയറി വന്ന് ആകെ കുളമാക്കിയിരിക്കുകയാണ്. നീൽ വന്ന സ്ഥിതിക്ക് ഹാൻഡ് ജോബ്സും എത്തും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീലിനെ അവസാനിപ്പിക്കണം. അതാണ് ഈ സെക്ഷൻ മാസ്റ്റേഴ്സിന്റെയും വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സിന്റെയും മനസ്സിലുള്ള ആഗ്രഹം. പക്ഷെ അത് ചെയ്യേണ്ട എൽഡേഴ്സ് മടിച്ചങ്ങനെ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയ ലൈറ്റ്നിങ് സെക്ഷന്റെ ലീന ഹോൾ അവരെ നോക്കി ഒന്ന് അലറുകയാണ്. ഏയ് എൽഡേഴ്സ്, മടിച്ചു നിൽക്കാതെ ആ ദ്രോഹിയെ അങ്ങ് അവസാനിപ്പിക്കുക. ഒരു തള്ള് അത് അനിവാര്യമായി ആ സമയത്ത് അവർക്ക് വേണ്ടിയിരുന്നു. ആ തള്ള് ആ ശബ്ദത്തിലൂടെ ആണെങ്കിലും അവർക്ക് ലഭിച്ചതും പെട്ടെന്ന് അവിടെ ഒരു മൊമെന്റം ഉണ്ടായി. അവര് എല്ലാവരും ഒന്ന് ആവേശപൂർവ്വം വീണ്ടും അവിടെ ആ ഓറ ഉപയോഗിച്ച് അതിശക്തരായ ഫാന്റംസിന്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കിയാണ്.
പല തരത്തിലുള്ള ഫാന്റംസ് ആണ് അവർ ഉണ്ടാക്കുന്നത്. ആ മായിക രൂപങ്ങൾ അവിടേക്ക് ബോഡിക്ക് പുറകിലായി അങ്ങനെ ഇരച്ച് കയറി വരുമ്പോ മറുഭാഗത്ത് നീൽഗിരിയുടെ ഇടതുവശത്ത് സാക്ഷൽ ലിറ്റിൽ ഗോൾഡും വലതുഭാഗത്ത് ആ ബ്ലഡ് ഡ്രാഗണും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. നീൽഗിരിയുടെ ബ്ലഡ് ഡ്രാഗണെ കുറിച്ചും ആ ലിറ്റിൽ ഗോൾഡിനെ കുറിച്ചും ഈ എൽഡേഴ്സിന് അറിയാം. ആ ബ്ലഡ് ഡ്രാഗനെ കണ്ടതും ആ എൽഡർമാരിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു, കൊള്ളാം, നല്ല ഡ്രാഗൺ. എനിക്ക് ഇതുവരെ ഒരു ഡ്രാഗന്റെയും ഇറച്ചി കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെയൊക്കെ മായിക ഡ്രാഗൺ ആണെങ്കിൽ ഇവന്റെ ഡ്രാഗന് ശരിക്കും ഒരു ഒറിജിനൽ ഡ്രാഗന്റെ ശൈലിയും രീതിയൊക്കെ ഉണ്ട്. കണ്ടില്ലേ അതിന്റെ ചിറകുകൾ, അതിന്റെ ശർക്കകൾ കണ്ടില്ലേ, ശരിക്കും ജീവനുള്ളതുപോലെയുണ്ട്. അതിനെ നമുക്ക് തട്ടാം. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോ ആ ലിറ്റിൽ ഗോൾഡിനെ തന്നെ ശ്രദ്ധിക്കുന്ന വേറൊരാൾ പറഞ്ഞു, അവന്റെ ആ പൂച്ചക്കുട്ടിയെ കണ്ടില്ലേ, അതിന്റെ ഭാവവും നിപ്പും രൂപവും ഒക്കെ കണ്ടാൽ അത് വലിയ പുലിക്കുട്ടിയാണെന്ന് തോന്നും. എനിക്കും ഈ പൂച്ചപ്പുലിയെ തിന്നിട്ട് ഒന്ന് മരിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇവനെ ഞാൻ കൈകാര്യം ചെയ്യാം. ലിറ്റിൽ ഗോൾഡിനെ കുറിച്ച് ആ ഡയലോഗ് ആ വ്യക്തി പറഞ്ഞപ്പോ ലിറ്റിൽ ഗോൾഡ് നീലിനോട് ചോദിച്ചു, മാസ്റ്റർ, യുവമാരെല്ലാം കുഴപ്പക്കാരാണല്ലോ, നമുക്കങ്ങ് തുടങ്ങിയാലോ? ലിറ്റിൽ ഗോൾഡിന്റെ ആ ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് ഡ്രാഗനെയും ഒന്ന് ആവേശം കൊള്ളിച്ചു. അവർ രണ്ടുപേരുടെയും ബോഡി തിളയ്ക്കുന്നത് നടക്കുന്ന നീൽഗിരിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ലിറ്റിൽ ഗോൾഡിനും ബ്ലഡ് ഡ്രാഗനും ഇടയിൽ നിൽക്കുന്ന നീലിന്റെ ഓറ സാവധാനം അങ്ങ് ഉയരുകയാണ്. വളരെ സാവധാനം ഉയർന്നു തുടങ്ങിയ ആ ഓറ പെട്ടെന്നാണ് അതിഭീകരമായ ഓറയായി അങ്ങ് മാറിയത്. ഡാവോ യുവാൻ ലെവലിന്റെ 5th സ്റ്റേജിൽ നിൽക്കുന്ന നീലഗിരിയുടെ ഓറ പെട്ടെന്ന് 6th, 7th, 8th ഒക്കെ കടന്ന് ഡാവോ യുവാന്റെ പീക്ക് ലെവലിലേക്ക്, ആ 9th ലെവലിലെ പീക്ക് സ്റ്റേജിലേക്ക് എത്തിയ ആ ഓറ അതിവേഗം സുപ്രീം എംബർ ലെവലിലെ 1st സ്റ്റേജിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഫാന്റംസ് ഒക്കെ സൃഷ്ടിച്ച് ഡിവൈൻ ആയുധങ്ങളുമായി മുന്നോട്ട് കുതിച്ചു തുടങ്ങിയിരുന്ന ആ എൽഡേഴ്സ് ആ കാഴ്ച കണ്ടു. അവർക്ക് നേരെ മൂവ് തുടങ്ങിയ നീൽഗിരിയുടെ ഓറ അതിവേഗം സുപ്രീം എംബർ ലെവലിലേക്ക് കടക്കുന്ന അൺബിലീവബിൾ ആയിട്ടുള്ള ആ കാഴ്ച കണ്ട ആ എൽഡേഴ്സിന്റെ ശബ്ദം നിലച്ചതുപോലെ ലിറ്റിൽ ഗോൾഡിനെയും അതുപോലെ ആ ബ്ലഡ് ഡ്രാഗനെയും ഇപ്പൊ അവസാനിപ്പിച്ചു കളയുമെന്ന് ഡയലോഗ് പറഞ്ഞ ആ എൽഡേഴ്സ് പോലും ഒരു നിമിഷം സ്റ്റക്കായി അങ്ങനെ നിന്നു പോവുകയാണ്. ഒരുമിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ രണ്ടാളുകൾ പെട്ടെന്ന് നമ്മളങ്ങ് ചവിട്ടി നിർത്തിയാൽ ആ എൻറ്റിയർ ടീമിന്റെയും വേഗതയെ അത് പ്രതികൂലമായി ബാധിക്കും. അവര് ഒരു നിമിഷം സ്റ്റക്ക് ആകുമ്പോഴേക്കും നീൽഗിരിയുടെ ഓറ സുപ്രീം എംബർ ലെവലിലെ 5th സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞു. ഒരു സൂപ്പർ സുപ്രീം എംബറായി ഇതാ നീൽഗിരി മാറുകയാണ്. സുപ്രീം എംബർ ലെവലിലെ ലൈറ്റ് സ്റ്റേജിലേക്ക് നീലിന്റെ ഓറ എത്തുമ്പോൾ ഈ സംഭവത്തിന് സാക്ഷിയായിരിക്കുന്ന സെക്ഷൻ മാസ്റ്റേഴ്സും വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ആ സീനിലേക്ക് നോക്കി വാ പൊളിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. ഇവൻ ആരാ സത്യത്തിൽ? ഇവന്റെ ശക്തി ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സുപ്രീം എംബർ ലെവലിൽ ഒരാൾ എത്തണമെങ്കിൽ എത്ര കാലം കഴിയണം? ഈ ചെറുപ്പക്കാരന് 30 വയസ്സ് താഴെയുടെ പ്രായം, എന്നിട്ടും അവൻ സുപ്രീം എംബർ ആയിരിക്കുന്നു. എങ്ങനെ? അസാധ്യം, നടക്കത്തില്ല. ഇത് ചുമ്മാ പറയുന്നതാണ്, ചുമ്മാ തോന്നുന്നതാണ്. ആ വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സിനും തങ്ങൾ കാണുന്ന കാര്യം അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ പറ്റും? അവർക്ക് എത്രയോ കാലങ്ങളായി പണിയെടുത്തിട്ടാണ്, പാടുപെട്ടിട്ടാണ്, മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് സുപ്രീം എംബർമാരായത്. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ശരിക്കും ഈ പരിപാടി തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളെന്ന് നീൽഗിരിയുടെ ചരിത്രം പഠിച്ചു വെച്ചിരിക്കുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. കൂടിയാൽ ഒരു 10 കൊല്ലം കൊണ്ട് ഒരാൾ 10ാം ലെവലിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഈ 10 കൊല്ലത്തിൽ 8 കൊല്ലവും അതിവേഗം കടന്നു പോവുകയായിരുന്നു. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ ശരിക്കും 1ാമത്തെ സ്റ്റേജിലായിരുന്നു, ബോഡി ടാമ്പറിംഗ് സ്റ്റേജിൽ. ഇപ്പൊ ഇതാ സുപ്രീം എംബർ എന്ന 10th സ്റ്റേജിലേക്ക് അവൻ എത്തിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ആളുകൾ ഓരോ ഡയലോഗ് പറയുമ്പോഴേക്കും നീലിന്റെ ഓറ അതിശക്തമായി അങ്ങ് ഉയർന്നതും നീൽഗിരിയുടെ വലത് കൈയിലേക്ക് ഐസ് നിറത്തുള്ള ഒരു വാള് പ്രത്യക്ഷപ്പെടുകയാണ്. മോർണിംഗിന്റെ ആ വിശ്വപ്രസിദ്ധമായ ആ വാള് നീലിന്റെ കൈയിലേക്ക് പ്രത്യക്ഷപ്പെട്ടതും നീല് ആകാശത്തേക്ക് ചാടി ഉയർന്നു ഒരൊറ്റ സ്ലാഷ്. ശരിക്കും നീൽഗിരി ആകാശത്തേക്ക് ചാടി ഉയർന്നുകൊണ്ട് ആ വാള് താഴേക്ക് അങ്ങനെ ചലിപ്പിക്കുമ്പോൾ ആ എൻഷ്യർ മേഖലയും ആ വാളിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ആ പ്രകാശത്തിൽ പെട്ടെന്ന് അങ്ങ് തണുത്തു ഉറഞ്ഞു പോവുകയാണ്. ആ എൻറ്റിയർ ഏരിയയിലെയും സകല വായു കണികളിലെയും ഈർപ്പത്തെ വലിച്ചെടുത്ത ആ വാളിന്റെ ശക്തി ആ ഈർപ്പത്തെ പെട്ടെന്ന് ഐസാക്കി മാറ്റുകയാണ്. കണ്ണടച്ച് തുറക്കും മുമ്പേ ആ എൻറ്റിയർ മേഖലയിലും ഐസിന്റെ ഒരു ശൃംഖല ഉണ്ടാവുകയാണ്. ചെറിയ ഐസ് കഷ്ണങ്ങൾ. പക്ഷെ ആ ഐസ് കഷ്ണങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു പരവതാനി വിരിച്ചതുപോലെ അങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ സകല ആളുകളും വല്ലാത്തൊരു ഞെട്ടലോടെ മുകളിലേക്ക് അങ്ങനെ നോക്കി പോവുകയാണ്. ആ നിമിഷത്തിൽ നീൽഗിരിയുടെ കൈ
ഒന്ന് താഴേക്ക് ചലിച്ചു. ശരിക്കും നീൽ ആ കൈ ഒന്ന് താഴേക്ക് ചലിപ്പിച്ചതും ആ പരവതാനി പോലെ ആകാശത്തുണ്ടായിരുന്ന ആ ഐസ് കഷ്ണങ്ങൾ ചെറു കഷ്ണങ്ങളായി താഴേക്ക് ഒരൊറ്റ പാച്ചിൽ. ആകാശത്ത് നിന്ന് മഴ പെയ്ത് വെള്ളം താഴേക്ക് വരുന്ന പോലെ ഐസ് കഷ്ണങ്ങളുടെ അതിവേഗത്തിലുള്ള ആ പാച്ചിൽ തങ്ങൾക്ക് നേരെയാണെന്ന് മനസ്സിലാക്കിയ ആ എൽഡേഴ്സ് കിട്ടാവുന്ന എല്ലാ പ്രൊട്ടക്ഷനുകളും എടുത്ത് അവിടെ തല കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. തലയ്ക്ക് മുകളിലേക്ക് പാഞ്ഞു വരുന്ന ആ ഐസ് കഷ്ണങ്ങളെ അവിടെ ആ പ്രൊട്ടക്ഷൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച് ഏതാണ്ട് വിജയിക്കുമ്പോൾ ആ ഐസ് കഷ്ണങ്ങൾ പലതും പല വശങ്ങളിലൂടെയും അവരിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഏതാനും സെക്കൻഡുകൾക്കകം ആ സൈഡിലുള്ള അറ്റാക്കിനെയും ഡിഫെൻഡ് ചെയ്യാൻ അവർ ശ്രമിക്കുമ്പോഴേക്കും പല എൽഡേഴ്സും താഴെ വീണ് കഴിഞ്ഞു. ആ വീട് കിടക്കുന്ന ആളുകൾ ഒരു വല്ലാത്ത കാഴ്ചയാണ്. അവരുടെയൊക്കെ ബോഡിയിൽ പല സ്ഥലത്തേക്കും ആ ഐസ് കഷ്ണങ്ങൾ ഏതാണ്ട് തളച്ച് കയറിയിരിക്കുകയാണ്. ഒരു മാസ് അറ്റാക്ക് എങ്ങനെ നടത്തണമെന്ന് മോർണിംഗ് നീലിനെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. ഒരു ഭയം ഇത്തരം അറ്റാക്ക് പെട്ടെന്ന് എതിരാളികൾ ഉണ്ടാക്കും. ആ ഭയത്തെ അവർ മറികടക്കും മുമ്പ് അടുത്ത അറ്റാക്ക് നടത്തണമെന്ന് നീലിന് അറിയാം. നീല് ഇതിനിടയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ നീലിന്റെ വലതു ഭാഗത്തോടെ ബ്ലഡ് ഡ്രാഗണും ഇടതു ഭാഗത്തോടെ ലിറ്റിൽ ഗോൾഡും അതുപോലെ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ശരിക്കും സൂപ്പർ ശക്തികളായ മൂന്നാളുകൾ മുന്നോട്ട് ഒരേ വേഗതയിൽ കുതിച്ചു കയറുമ്പോൾ നീല ഏറ്റവും മുന്നിൽ കണ്ട ആളുടെ നേരേക്ക് തന്റെ കൈ ഒന്ന് ഉയർത്തിയതും അവിടെ ഷൂ ലിനേക്കറുടെ ബ്ലഡ് എനർജി നീലിന്റെ കൈയിലൂടെ ആ എതിരാളിയുടെ ബോഡിക്ക് നേരെ വന്ന ആ നിമിഷത്തിൽ ആ ആള് ചിതറിപ്പോവുകയാണ്. ശരിക്കും ആ ആള് ചിതറുമ്പോ അയാളുടെ ബോഡിയുടെ ഭാഗമായ ബ്ലഡ് എനർജി തൊട്ട് മുകളിലുള്ള ബ്ലഡ് ഡ്രാഗൺ അതേ നിമിഷം വലിച്ചെടുക്കുകയാണ്. നീല് ആ കാഴ്ച നോക്കുപോലും ചെയ്യാതെ അടുത്ത ആളിലേക്ക് തന്റെ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചു കഴിഞ്ഞു. ആ നിമിഷത്തിൽ ആ ആളുടെ തലയങ്ങ് ചിതറി. ആ ബ്ലഡ് എനർജി ആ നിമിഷത്തിൽ ബ്ലഡ് ഡ്രാഗൺ ആഗിരണം ചെയ്യുകയും ചെയ്തു. ബ്ലഡ് ഡ്രാഗനും നീൽ ഗ്രീൻ ചെന്നുള്ള ആ അൺബിലീവബിൾ അറ്റാക്കിൽ തുരുതുര ആളുകൾ വീഴുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ 18 എൽഡേഴ്സിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 60ഓളം ആളുകൾ പരിക്കുപറ്റി താഴെ കിടക്കുകയാണ്. ഇതിനിടയിൽ നീല് ലിറ്റിൽ ഗോൾഡിനോട് ഒരു ഡയലോഗ് പറഞ്ഞു. ലിറ്റിൽ ഗോൾഡ്, ആളുകളെ കൊല്ലണ്ട, പരിക്കേൽപ്പിച്ചാൽ മതി. ലിറ്റിൽ ഗോൾഡ് ഉടൻ തന്നെ നീലിനോട് ചോദിക്കുകയും ചെയ്തു, ഏയ് മാസ്റ്റർ, ആളുകളെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത നിങ്ങൾ എന്തിനാ ഇപ്പോ ഈ ശൈലി പെരുമാറുന്നത്? ലിറ്റിൽ ഗോൾഡ്, നമ്മുടെ ശത്രു ഇവരല്ല, നമ്മുടെ ശത്രു ബ്ലഡ് സ്പിരിറ്റ് ക്ലാനാണ്. അവരെ നേരിടാൻ എനിക്ക് ആള് വേണം. അതുകൊണ്ട് ഇവന്മാരെ കൊല്ലണ്ട. അവരെ തമ്മിൽ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ശൈലിയിൽ ടെലിപ്പതി ലാംഗ്വേജിലൂടെ അങ്ങനെ സംസാരിക്കുമ്പോൾ അതേ മെസ്സേജ് നീല് ബ്ലഡ് ഡ്രാഗനും കൊടുത്തു കഴിഞ്ഞു. ബ്ലഡ് ഡ്രാഗൺ ഇതിനിടയിൽ ഒരു താണ്ഡവം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോ നമ്മുടെ ഈ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ആ ജൂനിയേഴ്സ് കണ്ണുകൾ തുറന്നു പിടിച്ച്, ചെവി തുറന്നു പിടിച്ച്, വാ തുറന്നു പിടിച്ച് ആ സിറ്റുവേഷൻ അങ്ങനെ കാണുകയാണ്. അവരറിഞ്ഞ, അവര് കേട്ട, അവർ മനസ്സിലാക്കിയ നീൽഗിരി അല്ല ഈ നിൽക്കുന്നത്. ഈ നീൽഗിരിക്കെതിരെ ഡയലോഗുകൾ പറഞ്ഞ ഹാൻ വിൽസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും നീലിനെ തന്നെ നിർനിമിഷരായി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നീല് ഡുവാൻ ഡീൻ ജോൺസിനെ ചികിത്സിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് നീലിനെ ആക്രമിച്ച ആ ഹാൻ വിൽസിന് നീലൊരു ഫ്ലൂക്കാണെന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ആ ധാരണ പൂർണ്ണമായും മാറുകയാണ്. ഇത് ഈ കൊല്ലലിലെ പ്രതിഭയല്ല, ഇത് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ പ്രതിഭയാണ്. ഈ പ്രായത്തിൽ സുപ്രീം എംപറർ ലെവലിലെ ഒരാളെ നേരിടാൻ തന്നെ ഒരാൾക്ക് പാടായിരിക്കും. പക്ഷെ ഇവിടെ നീൽഗിരി ഏതാനും മിനിറ്റുകൾ കൊണ്ട് കൊന്നൊടുക്കിയത് 18 സുപ്രീം എംപറർമാരാണ്. 60ഓളം സുപ്രീം എംപറർമാരെ ഇതാ പരിക്കേൽപ്പിച്ച് അവിടെ കിടത്തിയിരിക്കുകയാണ്. അവർ വേണമെങ്കിൽ നീലിന് കൊല്ലാം. നീല് അവർക്ക് അവരുടെ ജീവൻ തിരിച്ച് ദാനമായി നൽകിയിരിക്കുകയാണ്. അതും ഈ തടങ്കലാക്കപ്പെട്ടിരിക്കുന്ന ആ ജീനിയസുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. വിശ്വസിക്കാനാവാത്ത ഈ രംഗത്തേക്ക് എന്തു പറയണമെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് സെക്ഷൻ മാസ്റ്റേഴ്സും വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും. നീലും ബ്ലഡ് ഡ്രാഗനും ലിറ്റിൽ ഗോൾഡും നടത്തുന്ന ആ അറ്റാക്കിൽ ഇപ്പൊ അവശേഷിക്കുന്നത് 8 സൂപ്പർ എൽഡേഴ്സും 2 5th ലെവൽ സുപ്രീം എംപറേഴ്സുമാണ്. ആ സൂപ്പർ എൽഡേഴ്സിന്റെ ശക്തി വളരെ വളരെ ഉയരെയാണ്. പക്ഷെ ആ 8 പേരും കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അവർക്ക് നീൽഗിരിയെ തൊടാൻ പറ്റുന്നില്ല. നീലാണെങ്കിൽ അവന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അറ്റാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നീല് അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നീലിന്റെ വാള് ചിലപ്പോൾ തലയ്ക്ക് മുകളിലായിരിക്കും, ചിലപ്പോൾ ഷോൾഡറിലായിരിക്കും. അവർ തല ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറ്റാക്ക് ഷോൾഡറിലേക്ക് വരും. ഷോൾഡറിലേക്ക് വരുമ്പോൾ അവർ ഷോൾഡർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് അറ്റാക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറും. അവരെ നീല് കൊല്ലുന്നില്ല, പക്ഷേ അതിന് പകരം അവരായിട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ്. അത് മനസ്സിലായതും ഒരു എൽഡർ കൈകൾ നീലിനെ നോക്കി കൂപ്പുകയാണ്. മിസ്റ്റർ നീൽഗിരി, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, ദയവായി ഈ ഫൈറ്റ് നിർത്തണം. അത് കേട്ടതും നീല് ലിറ്റിൽ ഗോൾഡിനെയും അതേപോലെ ബ്ലഡ് ഡ്രാഗണെയും പിൻവലിച്ചു. നീല് അവരെ പിൻവലിച്ചതും ബാക്കിയുള്ള 9 ആളുകളും ഫൈറ്റ് അവസാനിപ്പിച്ചു. ഏറ്റവും മുമ്പിൽ കൈകൂപ്പിയുന്ന ആളെ നീല് ഒന്ന് നോക്കിയിട്ട് കൈയൊന്ന് അരക്കിയതും നീലിന്റെ കയ്യിൽ ഒരു ചെറിയ
പേനാക്കത്തേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള ഒരു കഠാര പ്രത്യക്ഷപ്പെട്ടു. നീല നിറത്തിലുള്ള ആ കഠാര നീലിന്റെ കയ്യിലേക്ക് വന്നതും കയ്യിൽ നിന്ന് അത് മൂവ് ചെയ്തതും അതിവേഗതയിലാണ്. ആ കഠാര മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു പ്രകാശം നീല നോക്കി കൈകൂപ്പിയ ആ വ്യക്തിയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി. ആ പ്രകാശം ആ വ്യക്തിയുടെ പുറത്ത് പതിച്ചതും അയാള് ഒരു ശബ്ദത്തോടെ താഴെ വീണു. ആ പ്രകാശം ആ വ്യക്തിയെ വരിഞ്ഞു മുറുക്കുകയാണ്. നീല് ആ രംഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും ആ 9 പേരിൽ ഒരാൾ നീലോട് ചോദിച്ചു, നീൽ, നീ ടൈറ്റൻ എന്താ ചെയ്യുന്നത്? കുൻലാൻ സെക്ഷനിലെ ആ കുൻ ടൈറ്റൻ തറയിൽ കിടന്ന് ശരിക്കും പാടുപെടുന്ന ആ കാഴ്ച വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. നീല് ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ തറയിൽ കിടന്ന് ഉരുളുന്ന ആ ടൈറ്റനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ആ ഉരുളൽ പ്രക്രിയ സാവധാനം അങ്ങ് അവസാനിച്ചു. ടൈറ്റൻ ഏതാണ്ട് നിശ്ചലമായി. ടൈറ്റന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ നീലപ്രകാശം ഇപ്പോ ടൈറ്റന്റെ ബോഡിക്കുള്ളിലേക്ക് അങ്ങ് അസ്തമിച്ചിരിക്കുകയാണ്. ശരിക്കും ബോഡിക്കുള്ളിലേക്ക് ആ പ്രകാശം കയറിപ്പോയി എന്ന് പറയാം. ഈ കാഴ്ച കണ്ട നീലിനോട് നേരത്തെ ആ ചോദ്യം ചോദിച്ച വ്യക്തി വീണ്ടും നീലിനോട് ചോദിക്കുകയാണ്, നീൽഗിരി, നീ ടൈറ്റന്റെ സോളിനെ ബന്ധിപ്പിച്ചു അല്ലേ? അതെ, ഞാൻ ടൈറ്റന്റെ സോള് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഡാവോ യുവാൻ ലെവലിൽ ഉണ്ടായിരുന്ന നീൽഗിരിക്ക് സുപ്രീം എംബർ ലെവലിലെ 6th സ്റ്റേജിലുള്ള ഒരാളുടെ സോളിനെ ഇത് വളരെ ഭംഗിയായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയിരിക്കുകയാണ്. ഇനി നീൽ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ ആള് മരിക്കാൻ. ആ ആളുടെ ബോഡി പൊട്ടിത്തെറിക്കണമെന്ന് നീൽ വിചാരിച്ചാൽ ആ ബോഡി പൊട്ടിത്തെറിക്കും. ആ ബോഡിയുടെ നിയന്ത്രണം നീൽഗിരിയുടെ കയ്യിലാണ് എന്നർത്ഥം. നീല് ആ ഡയലോഗ് പറഞ്ഞതും ആ വ്യക്തിയുടെ മുഖം മാറി. നീൽഗിരി, നീ എന്തായി ചെയ്തത്? അതിന് മറുപടിയായി നീൽ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. എത്രയോ കാലങ്ങളായി ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർക്ക് വേണ്ടി നിങ്ങളൊക്കെ പണിയെടുക്കുകയാണ്. നിങ്ങൾ ശരിക്കും എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ കുൻലനിലെ യുവതലമുറയെ കാലങ്ങളായി നിങ്ങൾ നശിപ്പിക്കുകയല്ലേ? നമ്മുടെ സ്വപ്നമല്ലേ നമ്മുടെ ചെറുപ്പക്കാർ? ആ സ്വപ്നത്തെയല്ലേ നമ്മുടെ തലി തകർത്തത്? എത്രയോ കാലങ്ങളായി നിങ്ങൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആ ദുഷ്ടന്മാർക്ക് വേണ്ടി ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തിരിച്ചടിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എന്താ, നിങ്ങൾ അടിമകളായിട്ടാണോ ജനിച്ചത്? നീല് ആ വാചകം അങ്ങനെ പറഞ്ഞു നിർത്തിയതും ആ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചു. നീൽഗിരി, എന്റെ പേര് വിൻസ്റ്റൺ മെയ് എന്നാണ്. ഞാൻ ലൈറ്റ്നിങ് സെക്ഷനിലെ ഒരു സീനിയർ എൽഡറാണ്. നീ ഇവിടെ ആളുകളെ കൂട്ടുകയാണല്ലോ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെതിരായി പോരാടാൻ വേണ്ടി. നിനക്ക് തോന്നും നീയാണ് ആദ്യമായി ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അത് ശരിയല്ല. ഞങ്ങൾ എല്ലാവരും ഒരുപാട് കാലം ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെതിരെ പോരാടിയവരാണ്. നീൽ, നിനക്കറിയുമോ ആദ്യത്തെ തവണ എന്താ സംഭവിച്ചതെന്ന്? ആ ഏൻഷ്യന്റ് വാർ കഴിഞ്ഞ് അടുത്ത തവണ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഇവിടെ വന്നപ്പോൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ഒരു സെമി ഡിവൈൻ കിങ് യോദ്ധാവാണ്. ഞങ്ങള് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർക്ക് എതിരെ നിന്നപ്പോൾ അവര് ഞങ്ങളുടെ സെക്ഷനിലേക്ക് വന്നു. ഞങ്ങളുടെ സെക്ഷനിൽ ഒരുപാട് ജീനിയസുകൾ അന്നുണ്ടായിരുന്നു. ആ ജീനിയസുകളൊക്കെ അവര് വളഞ്ഞിട്ട് പിടികൂടി. എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ നിഷ്കരണം വധിച്ചു. നീൽ, നിനക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാനാവൂ, നിന്റെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാം കൊല്ലപ്പെട്ട് കൂമ്പാരമായി കിടക്കുന്ന ഒരു രംഗം? നിന്റെ മാത്രമല്ല, നിന്റെ എല്ലാ സുഹൃത്തുക്കളുടെ വീട്ടിലും അതിന് സംഭവിച്ചാലും, നിനക്ക് പരിചയമുള്ള എല്ലാ വീടുകളിലും ശവങ്ങളുടെ കൂമ്പാരം മാത്രം നീ കണ്ടാലും? നീൽ, ആ കാഴ്ച എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരുപാട് നിരപരാധികൾ, ആ നിരപരാധികളിൽ കൊച്ചു കുട്ടികളുണ്ട്, പാലുകൂടി മാറാത്ത കൊച്ചു കുട്ടികൾ. ആ കുട്ടികളുടെ വരെ ഡെഡ് ബോഡികൾ അങ്ങനെ നിരന്നു കിടക്കുമ്പോൾ ഞങ്ങള് പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ നേരത്തെ ന്യായത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർക്ക് വേണ്ടി ഈ ജീനിയസുകളെ സെലക്ട് ചെയ്യുന്നതും അയക്കുന്നതും ന്യായമാണോ എന്നാണ് നീ ചോദിച്ചത്. നീൽ, ന്യായം എപ്പോഴും അങ്ങനെയാണ്. കൂടുതൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വളരെ കുറച്ച് ആളുകളെ ബലി കൊടുക്കുന്നതിനല്ലേ ന്യായം എന്ന് പറയുക? ഏതൊരു രാജ്യവും അവരുടെ അതിർത്തി സംരക്ഷിക്കാനായി പട്ടാളക്കാരെ രംഗത്തിറക്കുമ്പോൾ സംഭവിക്കുന്നു അതല്ലേ? അവരുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടല്ലേ രാജ്യത്തെ സംരക്ഷിക്കുന്നത്? ഞങ്ങളും അതാണ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ സെക്ഷനാണ്. ഞങ്ങളുടെ സെക്ഷനെ സംരക്ഷിക്കാൻ ഓരോ 50 കൊല്ലം കൂടുമ്പോഴും 2 ആളുകളെ ഞങ്ങൾ അതിർത്തിയിലേക്ക് അയക്കുന്നേ ഉള്ളൂ. അവരുടെ ജീവൻ കൊടുത്ത് അടുത്ത 50 കൊല്ലത്തേക്ക് ഈ രാജ്യത്തെ, ഈ സെക്ഷനെ സംരക്ഷിക്കുകയാണ്. നീൽ, അങ്ങനെ ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സെക്ഷനിലെ കൊച്ചു കുട്ടികൾ പോലും കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെടുന്നതിനെയാണോ നീ ന്യായം എന്ന് വിളിക്കുന്നത്? അതോ ഈ കുല്ലൻ മലനിരകളിൽ നിന്ന് 100 പേർ ചേർന്ന് ഈ കുല്ലൻ മലനിരയെ 50 കൊല്ലത്തേക്ക് സംരക്ഷിക്കുന്നതാണോ? ഏതാണ് ന്യായം? ആ മനുഷ്യൻ അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും ഈ
ഷൂ ലിനേക്കർ പോലും ഒന്ന് കിടുങ്ങിയെന്ന് പറയാം. അദ്ദേഹം അന്നത്തെ ആ ഏൻഷ്യന്റ് യുദ്ധത്തിന്റെ ഭാഗമായിരുന്ന കക്ഷിയാണ്. പക്ഷെ അതിനുശേഷം ഓരോ തവണ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആളുകൾ കുല്ലലിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്ന ആ ക്രൂരത ഇത്രത്തോളം വലുതാണെന്ന് ഇപ്പോഴാണ് ഷൂ ലിനേക്കർ മനസ്സിലാക്കുന്നത്. ഷൂ ലിനേക്കറുടെ മുഖത്ത് സങ്കടവും ദേഷ്യവും ഇരച്ചു കയറുകയാണ്. നീല് ആ വിൻസ്റ്റൺ മെയ് പറയുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു നിൽക്കുകയാണ്. നീൽ, എനിക്ക് തന്റെ ഇടമില്ലാത്തത് കൊണ്ടല്ല, ധൈര്യമില്ലാത്തത് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ എതിരിടാത്തത്. ഞാൻ ഒറ്റയ്ക്ക് എതിരിട്ടാൽ ഞാനും എന്റെ സെക്ഷനും അവസാനിക്കുമെന്നല്ലാതെ വേറെ ഫലമൊന്നും ഉണ്ടാവില്ല. ഇന്ന് വരെ ഒരാളും എന്നെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനെതിരെ എതിരിടാൻ വേണ്ടി വിളിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും അവർക്കൊപ്പം കൂടിയനെ. പക്ഷെ അങ്ങനെ ഇറങ്ങുന്ന ആൾക്ക് ഉറപ്പായും ഞങ്ങളെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർക്ക് എതിരെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും സംസാര ഗ്രേവി യാർഡിനകത്തുനിന്ന് ലിനേക്കർ നീലിനോട് പറഞ്ഞു, നീൽ, ആളുകളെ കീഴടക്കാൻ പല മാർഗങ്ങളുണ്ട്. ശക്തി ഉപയോഗിച്ച് കീഴടക്കാം, അവരുടെ സോൾ നമുക്ക് വേണമെങ്കിൽ തടങ്കലാക്കുകയും ചെയ്യാം. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. അവരുടെ മനസ്സ് കീഴടക്കിയാൽ, ഹൃദയം കീഴടക്കിയാൽ അതായിരിക്കും ഏറ്റവും ഫലവത്തായ കാര്യം. അങ്ങനെ ഷൂ ലിനേക്കർ പറഞ്ഞതും നീൽ ബൈജാന്റെ ശബ്ദം നീൽ കേട്ടു. നീൽ, നീ ഇതിന്റെ എല്ലാ കഴിവും ഉപയോഗിക്കും. കീഴടക്കേണ്ടത് ഇനി ഹൃദയമാണ്. ബൈജൻ അത് പറഞ്ഞ് ആ സംഭാഷണം നിർത്തി. ബാക്കി നീലിന്റെ കയ്യിലാണ്. വളരെ മനോഹരമായിട്ടും അതേസമയത്ത് നീലിന്റെ ഹൃദയത്തിൽ കൊള്ളുന്ന ശൈലിയിലുമാണ് വിൻസ്റ്റൺ മെയ് നീലിനോട് സംസാരിച്ചത്. വിൻസ്റ്റൺ മെയ് പറഞ്ഞ കാര്യം കേട്ടു നിൽക്കുന്ന നീൽഗിരി സാവധാനം അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങി. നോക്ക്, ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു 50 കൊല്ലം കൂടുമ്പോഴും 100 സുപ്രീം എംപറർമാരെയാണ്. ആ കോട്ട തികയ്ക്കാനായി നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾക്കും അറിയാം. ഇപ്രാവശ്യം നിങ്ങൾ ഒത്തിരി പാടുപെട്ട് 100 പേരുടെ കോട്ട തികച്ചു എന്നിരിക്കട്ടെ. പക്ഷെ അടുത്ത തവണ ഇതുപോലെ ജീനിയസുകൾ ഉണ്ടായി വരുമോ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എന്റെ വളർച്ച 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ബോഡി റിപ്പയറിംഗ് ലെവലിലാണ്. ഇപ്പോൾ ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു എന്നും നിങ്ങൾക്കറിയാം. ഈ ലെവലിലേക്ക് ഞാൻ എത്തിയത് എന്റെ മാത്രം കഴിവിലല്ല, എന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ കഴിവിലൂടെയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ശക്തരാണ്. അതെനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ എന്റെ പുറകിലുള്ളവർ അതിനേക്കാൾ ശക്തരാണ്. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് ഈ ലെവലിലേക്ക് ഉയരാൻ കഴിഞ്ഞത്. എന്റെ പുറകിൽ നിൽക്കുന്ന മാസ്റ്റേഴ്സിന് ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ നേരിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ ആ ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നിങ്ങൾ 50 കൊല്ലം കഴിയുമ്പോൾ പുതിയ സുപ്രീം എംപ്രസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ഊഹിക്കാം. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ നിങ്ങളുടെയൊക്കെ വസതികളിലേക്ക് ഒന്നങ്ങ് കയറും. പിന്നെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം നിങ്ങൾ നേരത്തെ അനുഭവിച്ചതാണ്. ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞാലോ സുപ്രീം എംപർ ലെവലിലെ ഒരാളും ഈ കുന്നലിൽ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്റെ മാസ്റ്റേഴ്സാണ്. എന്റെ മാസ്റ്റേഴ്സ് ഈ കുന്നലിൽ നേരത്തെ ഉണ്ടായിരുന്നവരാണ്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സുപ്രീം എംപറർക്ക് മുകളിൽ സെമി ഡിവൈൻ കിങ് ലെവലിലും പ്രിമോഡിയൽ കയോസ് ലെവലിലും അതുപോലെ ഡാവോ ഇന്റഗ്രേഷൻ ലെവലിലും യോദ്ധാക്കൾ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോ അങ്ങനെയുള്ള ഒരാളും ഇവിടെ ഇല്ല. നേരത്തെ നമ്മുടെ തലയിൽ കാണുന്ന ഈ മുടി പോലെ ഇഷ്ടം പോലെ സുപ്രീം എംപറർമാർ ഇവിടെ ഈ കൊല്ലലിലെ തെരുവുകളിൽ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും സുപ്രീം എംപറർ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോ 50 കൊല്ലം കൊണ്ട് ഒരാളെ സൃഷ്ടിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രീം എംപററും ഇല്ലാതായി വരുന്ന സമയത്ത് ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ഏറ്റവും ശക്തി കുറഞ്ഞ യോദ്ധാക്കൾ പോലും ഇവിടേക്ക് പറന്നിറങ്ങി നിങ്ങളെ മുഴുവൻ അവരുടെ ഇഷ്ടാനുസരണം ഇല്ലാതാക്കും. ശരിക്കും അവർക്ക് കളിക്കാൻ ഒരു കളിത്തട്ട്, അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ കൊല്ലലുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു താല്പര്യവുമില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ്, ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെതിരെ ഒന്നിച്ചു നിന്ന് അവരെ തോൽപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനേക്കാൾ മുകളിലുള്ള യോദ്ധാക്കളുടെ വൻ ശൃംഖലയുണ്ട്. അവര് ഒന്ന് വിരഞ്ഞൊടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ. നിങ്ങൾ ഭയക്കേണ്ട കാര്യമേ ഇല്ല. അടുത്ത 1 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ എത്തുന്ന ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ ഞാൻ നേരിടും. എനിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മാസ്റ്റേഴ്സ് അവരെ ഉറപ്പായും ഇല്ലാതാക്കും. നിങ്ങൾ ആരും തന്നെ അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമേ ഇല്ല. നീ ഈ വാചകങ്ങൾ പറയുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സംശയമുണ്ട്. നീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം, വെറും 2 കൊല്ലം കൊണ്ട്
ലെവൽ 1 നിന്ന് ലെവൽ 10 നീൽഗിരി ഒരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. അതിന് നീലിനെ സഹായിച്ചത് നീല് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ആളുകളാണ്. അവര് ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനേക്കാൾ ശക്തരാണ് എന്ന് നീല് പറയുമ്പോൾ അത് ശരിയാണെങ്കിൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. നീൽ അത് പറഞ്ഞതും വിൻസെന്റ് മെയ് നീലിനോട് പറഞ്ഞു, നീൽ, ഞങ്ങൾക്കറിയാം ഇപ്പോ നിനക്കൊപ്പം ആ ബ്ലഡ് നൈറ്റ് സെക്ഷൻ ഉണ്ടെന്ന്. അവരോട് ഞങ്ങൾ ക്രൂരമായി പെരുമാറി, അല്ലെങ്കിൽ ഹുയാൻ കുടുംബം ക്രൂരമായി പെരുമാറി എന്നൊക്കെ ആയിരിക്കും അവർ വിശ്വസിക്കുക. ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ? ഞങ്ങൾ അവരെ രക്ഷിക്കുകയായിരുന്നു. ഞങ്ങൾ ആ ബ്ലഡ് മിസ്റ്റ് സെക്ഷനിലെ സെക്ഷൻ ലീഡറെയും വൈസ് സെക്ഷൻ ലീഡറെയും ഹുയാൻ കുടുംബത്തിലെ ആ ആൻസസ്റ്റർ ഉപയോഗിച്ച് കൊന്നപ്പോൾ രക്ഷപ്പെട്ടത് ആ സെക്ഷനാണ്. ഇല്ലെങ്കിൽ കുല്ലനിൽ നേരത്തെ തുടച്ചു മാറ്റപ്പെട്ട മറ്റ് സെക്ഷനുകളെ പോലെ ഈ സെക്ഷനും നമ്മുടെ ഓർമ്മയിൽ നിന്ന് അപ്രത്യക്ഷമായനെ. ഈ ബ്ലഡ് നൈറ്റ് സെക്ഷൻ അഥവാ ബ്ലഡ് മിസ്റ്റ് സെക്ഷൻ ഷൂ ലിനേക്കറുടെ സെക്ഷനാണ്. ആ സെക്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് വളരെ തന്ത്രപരമായി ഈ കുല്ലൻ മലനിരകളിലെ ആ സെക്ഷൻ മാസ്റ്റേഴ്സ് ഇടപെട്ടത് കൊണ്ടാണെന്ന് കേട്ടപ്പോൾ ഷൂ ലിനേക്കർക്കും അവരുടെ ആ തീരുമാനത്തോട് വല്ലാത്തൊരു അടുപ്പ് ഫീൽ ചെയ്യാണ്. നീല് വിൻസെന്റ് മെയ്യോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാനോ? അങ്ങനെ മെയ് ചോദിക്കുമ്പോഴേക്കും നേരത്തെ തറയിൽ വീണ് കഴിഞ്ഞ ടൈറ്റൻ എണീറ്റു. ടൈറ്റൻ അയാളുടെ ബോഡിയൊക്കെ ഒന്ന് കുടയുമ്പോൾ അയാൾക്കൊരു ബന്ധനം ഫീൽ ചെയ്യാണ്. ഏയ് നീൽഗിരി, നീ എന്താ ചെയ്ത? ഞാൻ താങ്കളുടെ സോള് ബന്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ടൈറ്റൻ അലറുമ്പോൾ നീൽ അയാളോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. പക്ഷേ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനുമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടാവണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഇനി കുല്ലനകത്ത് കയറി ഒരാളെയും തൊടാൻ ഞാൻ എന്തായാലും അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിൽക്കാം. അങ്ങനെ നീല് പറഞ്ഞതും ആ 10 എൽഡേഴ്സിൽ ഒരാൾ കൂടി മുന്നോട്ട് വന്ന് നീലോട് പറഞ്ഞു, ഞാൻ ആ സോൾ ബന്ധനത്തിന് തയ്യാറാണ്. അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും നമ്മുടെ വിൻസെന്റ് മെയ്യും ഉറക്കെ പറഞ്ഞു, അതെ, ഞാനും തയ്യാറാണ്. ഞാൻ നീലിന്റെ അനുയായിയാകാൻ റെഡിയാണ്. ആ ഡയലോഗ് മെയ് പറഞ്ഞതും ലൈറ്റ്നിങ് സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്റർ ലീന ഹാൾ മെയ്ക്ക് നേരെ അലറുകയാണ്. ഏയ് വിൻസെന്റ്, നീ എന്തായി പറഞ്ഞെന്നറിയാവോ? നീ എന്ത് ചതിയാണ് കാണിക്കുന്നറിയാവോ? ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ആരെന്നാ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവരോട് ഈ ശൈലിയിൽ പെരുമാറിയാൽ അവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാവോ? അങ്ങനെ ലീന പറഞ്ഞതും വിൻസെന്റ് ലീനയ്ക്ക് നേരെ തിരിഞ്ഞു. നോക്ക്, നിങ്ങൾ ഈ ഡയലോഗ് പറയുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരും. അന്ന് ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ ഒരു സെമി ഡിവൈൻ കിങ് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ നിങ്ങൾ അയാൾക്ക് മുന്നിൽ വസ്ത്രം അഴിച്ചു കളഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? വിൻസെന്റ് മേ ആ ഡയലോഗ് പറഞ്ഞ് നിർത്തിയ ആ നിമിഷത്തിൽ സകലരും ലീനയ്ക്ക് നേരെ അവരുടെ തല തിരിച്ചു പോവുകയാണ്. കുല്ലനിലെ ഒരുപാട് ആളുകൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ പേടിച്ച് അവർക്ക് വേണ്ടി പണിയെടുത്ത് 50 കൊല്ലം കൂടുമ്പോൾ അവർക്ക് സുപ്രീം എംപറസിനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലീന അതല്ല ചെയ്തിരിക്കുന്നത്. അവര് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ എന്റർടൈൻ ചെയ്തിരിക്കുകയാണ്. ആ ഒരു വാചകം വല്ലാത്തൊരു ടെൻഷൻ അവിടെ ഉണ്ടാക്കി. ഇതുവരെ ഇതിനകത്ത് ഡയലോഗ് പറയാതിരുന്ന കുല്ലൻ സെക്ഷന്റെ ലീഡർ ആ ലൈറ്റ്നിങ് സെക്ഷന്റെ ലീഡറോട് ചോദിച്ചു, ഏയ് ലീന, എന്താണോ ഇത്? ഇത്ര താഴാൻ നിനക്ക് നാണമില്ലേ? ആ ഡയലോഗ് കുല്ലൻ സെക്ഷന്റെ ലീഡറുടെ നാവിൽ നിന്ന് വീണതും അനവധി വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. പക്ഷെ അപ്പോ ലീന ഉറക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും നല്ലതേത് ചീത്തതെന്ന് അറിയില്ല. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഈ പ്രപഞ്ചത്തിന്റെ അധിപന്മാരാണ്. അവരെ പിണക്കി നമുക്കാർക്കും മുന്നോട്ട് പോകാനാവില്ല. വെറുതെ ഈ ഭ്രാന്തന്റെ വാക്കുകൾക്ക് പിന്നിൽ നിങ്ങൾ ഇറക്കി തിരിച്ചാൽ നിങ്ങൾ അവസാനിക്കും. നിങ്ങൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ ദൈവങ്ങളായി കാണേണ്ടവരാണ്. ലീന അങ്ങനെ ആക്രോശിക്കുമ്പോൾ ഇവിടെ നീൽഗിരിക്ക് മുന്നിൽ ഓരോരുത്തരായി മുട്ടുകുത്തുകയാണ്. നീല് അവരെ ഒന്ന് നോക്കുമ്പോഴേക്കും നീല് അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സോള് ബന്ധിപ്പിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. അങ്ങനെ ആ 10 പേരും പറഞ്ഞതും നീൽഗിരി ഓരോരുത്തരെയായി ആ നീലപ്രകാശം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ചെയ്യുമ്പോൾ നീലിന്റെ സോൾ പവർ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ സോൾ പവർ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ നീലിന് പറ്റൂ. ഇത്രയും രംഗങ്ങൾ അരങ്ങേറുമ്പോഴേക്കും സെക്ഷൻ മാസ്റ്റേഴ്സും വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സും ഒരു തീരുമാനത്തിലേക്ക് എത്തി. അവിടെയുള്ള ആ ജീനിയസുകളെ അതിവേഗം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഹാൻഡ് ജോബ്സ് സ്ഥലത്തെത്തും. ഹാൻഡ് ജോബ്സും നീലും കൂടി ഒരുമിച്ചാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ആ ഫോർമേഷന്റെ ഭാഗമാണ് ലീന.
ലീനയെ അവർ ആക്രമിക്കാത്തതും ആ ഒരു കാരണം കൊണ്ടാണ്. ആ 30 പേരും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഫോർമേഷനിൽ ഒരാൾ വീണാൽ ആ ഫോർമേഷൻ പൊട്ടും. പിന്നീട് അത് കൂട്ടിച്ചേർത്തെടുക്കുന്നതിനിടയിൽ അതിശക്തമായ ആക്രമണം അവർക്ക് നേരെ വന്നാൽ അവരെല്ലാം വീണുപോകും. ഹാൻഡ് ജോബ്സ് ഈ കണ്ണികളിൽ ഒരാളെ തകർത്താൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അവസരം ഹാൻഡ് ജോബ്സിന് കൊടുക്കാതെ ആ മുഴുവൻ ജീനിയസുകളെയും അവിടെ നിന്ന് പൊക്കി മാറ്റി ഏതെങ്കിലും മിസ്റ്റേക്ക് വേണ്ടകത്ത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. അടുത്ത 1 കൊല്ലത്തിനകം അവരെ സുപ്രീം എംപ്രസ് ആക്കി കൃത്രിമമായി വളർത്തിയെടുത്ത് ഇവരെ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ കഥ അവിടെ അവസാനിക്കും. പിന്നെ 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ അവർ തീരുമാനിക്കുമ്പോഴേക്കും നീൽഗിരി തന്റെ സർവ്വശക്തിയും നീലിന്റെ വലത് കൈയിലെ ആ ഡ്രാഗൺ സോഡിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. നീൽ അങ്ങനെ കേന്ദ്രീകരിക്കാനുള്ള കാരണം ആ 30 പേരും അടങ്ങിയ ആ ഫോർമേഷൻ ഒന്ന് പ്രകാശിച്ചതാണ്. അവരൊരു ആക്ഷൻ തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ നീൽഗിരി ആകാശത്തേക്ക് ചാടി ഉയർന്ന് ആ ഫോർമേഷനിലേക്ക് ആഞ്ഞൊരൊറ്റ വെട്ട്. അമ്പരപ്പിക്കുന്ന ശക്തിയിൽ നീൽഗിരി ആഞ്ഞു വെട്ടപ്പോ ലൈറ്റ്നിങ് സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്റർ ഒന്ന് ചിരിച്ചു. ഹേയ് നീൽ, നീയല്ല നിന്റെ തലതൊട്ടപ്പൻ ഹാൻഡ് ജോബ്സ് വിചാരിച്ചാലും ഞങ്ങളുടെ ഈ ഫോർമേഷൻ തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ 15 സെക്ഷനുകളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരാൾക്കും ഞങ്ങളെ തൊടാനാവില്ല. അങ്ങനെ ആ ഡയലോഗ് ആ സ്ത്രീ പറഞ്ഞ് നിർത്തുമ്പോൾ തന്നെ അതിശക്തമായ നീൽഗിരിയുടെ ആ സോഡ് സ്ലാഷ് ആ ഫോർമേഷനിൽ ഒരു വല്ലാത്ത പ്രകമ്പനം ഉണ്ടാക്കി. ആ ഫോർമേഷൻ അങ്ങനെ പ്രകമ്പനം കൊള്ളുമെന്ന് സങ്കല്പിക്കാതിരുന്ന കൊല്ലൻ സെക്ഷനിലെ ആ സെക്ഷൻ മാസ്റ്ററും കൂടെ ഉള്ളവരൊക്കെ ശരിക്കും അതിശയത്തോടെ നീൽഗിരിയെ നോക്കുമ്പോഴേക്കും നീല് അടുത്ത പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ 2ാമത്തെ പ്രഹരത്തിൽ ആ ഫോർമേഷൻ അങ്ങ് തകർന്നു. ഫോർമേഷൻ തകർന്നതും പല ആളുകളും പല സ്ഥലത്തേക്ക് തെറിച്ചു വീഴുകയാണ്. ആ ലൈറ്റ്നിങ് സെക്ഷന്റെ ആ ലേഡി ഇതിനിടയിൽ ചാടി എണീറ്റു. ഏയ് നീൽഗിരി, വൃത്തികെട്ടവനെ, നിനക്ക് ഞാൻ ആരെന്ന് അറിയത്തില്ല. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ വരുമ്പോ അവരെ കൊണ്ട് നിന്റെ തൊലി ഞാൻ ഉരിപ്പിക്കും. നിന്നെ ഇവിടെ ഈ പ്ലേസിൽ തന്നെ കൊണ്ടുവന്ന് കഷ്ണം കഷ്ണമായി ഞാൻ അരിയും. അങ്ങനെ ഈ ലേഡി പറഞ്ഞതും നീലിന്റെ ആ സംസാര ഗ്രേവി യാർഡിനകത്തുനിന്ന് അതിശക്തമായ ഒരു പ്രകാശം ഒരു വാളായി പുറത്തേക്ക് വരികയാണ്. ആ വാള് മുന്നോട്ട് ഒന്ന് കുതിച്ചതും ആ ലീന ഹാൾ 2ആയി മുറിഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. നീല് ആ കാഴ്ച കണ്ടു. സംസാര ഗ്രേവി യാർഡിനകത്ത് അക്ഷരാർത്ഥത്തിൽ നിന്ന് വിറയ്ക്കുകയാണ് സക്ഷൽ നീ ബൈജാൻ. നീലിനോട് പറഞ്ഞു, ഇതിനപ്പുറം സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ ലീന ഹാളിനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. നീ ബൈജാൻ അത് പറയുമ്പോൾ ഷൂലിനേക്കറുടെയും മോനിങ്ങിന്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. അവർക്കറിയാം നീ ബൈജാൻ ഇതാണെന്ന്. നീലിനോട് ആദ്യം ഒരു തണുത്ത സമീപനം നീ ബൈജാൻ എടുത്തെങ്കിലും നീ ബൈജാന് അനീതി കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതാണ് നീ ബൈജാന്റെ സകല ശിഷ്യന്മാരും അങ്ങനെ നീ ബൈജാന് ഉണ്ടായതാണ്. അനീതിക്കെതിരെയുള്ള നീ ബൈജാന്റെ പോരാട്ടമാണ് നീ ബൈജാന് ആ ശിഷ്യന്മാരെ നൽകിയത്. അതിലെ പല ശിഷ്യന്മാരുമായിട്ടും നീ ബൈജാൻ ആദ്യം ഏറ്റുമുട്ടി എന്നുള്ളത് വേറെ കഥ. നീ ബൈജാന്റെ അറ്റാക്ക് യഥാർത്ഥത്തിൽ നീലുമായി കണക്ട് ചെയ്താണല്ലോ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വീണ് കിടന്ന ആളുകളൊക്കെ എണീക്കുമ്പോൾ അവർ ആ കാഴ്ചയും നീലിനെയും ഒരുമിച്ച് കാണുകയാണ്. ലൈറ്റ്നിങ് സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്റർ ശരിക്കും സുപ്രീം എംപർ ലെവലിലെ 6th സ്റ്റേജിലെ യോദ്ധാവായിരുന്നു. ആ ലേഡിയാണ് 2 കഷ്ണമായി അവിടെ മുറിഞ്ഞു കിടക്കുന്നത്. അവരാണ് ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന് വേണ്ടി അതിശക്തമായി സംസാരിച്ചത്. ആ ലേഡി 2ആയി മുറിയുന്നതിന് മുമ്പ് തന്നെ ആ ഫോർമേഷൻ തകർന്നിരുന്നു. ഫോർമേഷൻ തകർന്നതോടുകൂടി ഫോർമേഷൻ അകത്തുണ്ടായിരുന്ന ആ ജീനിയസുകളും പരിക്കേറ്റ മുഴുവൻ യുവാക്കളും സ്വതന്ത്രരായി. ആ 10 ജീനിയസുകളിൽ 8 പേർ ഉടൻ തന്നെ ചാടി എണീറ്റ് നീലിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അവർ ഓരോരുത്തരും നീലിനെ തൊഴുതുകൊണ്ട് നീലിനോട് പറഞ്ഞു, ഞങ്ങളും സബ്മിറ്റ് ചെയ്യാണ്, ഞങ്ങളുടെ സോളും നിയന്ത്രിച്ചോളും. വരുന്ന ഓരോരുത്തരും ആ ഡയലോഗ് പറഞ്ഞു തുടങ്ങിയതും നീൽ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് അത്രയും വലിയ സോൾ പവർ ഒന്നുമില്ല. എനിക്ക് നിങ്ങളെ എല്ലാം വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വസ്തത തെളിയിക്കാൻ ഉടനൊരു സംവിധാനം വരുന്നുണ്ട്. നമ്മൾ ഹുയാൻ കുടുംബത്തെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അവരാണല്ലോ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ഈ കുള്ളലിലെ അതിശക്തരായ വക്താക്കൾ. അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തത അത് നമ്മൾ തിരിച്ചറിയും. ആ ജൂനിയേഴ്സ് മുഴുവൻ നീലിന്റെ പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞതും അവരോടൊപ്പം ആ പരിക്കേറ്റിരിക്കുന്ന എൽഡേഴ്സും ആ സുപ്രീം എൽഡേഴ്സും ഒക്കെ ഒന്നിച്ചു ചേർന്നപ്പോൾ നീലിന്റെ പിന്നിൽ ഒരു വലിയ ശക്തിയായി. മുൻഭാഗത്ത് ഇപ്പൊ ബാലൻസ് ഉള്ളത് തറയിൽ വീണ് കിടക്കുന്ന ആ സെക്ഷൻ മാസ്റ്റേഴ്സും പിന്നെ വൈസ് സെക്ഷൻ മാസ്റ്റേഴ്സുമാണ്. അവരൊക്കെ പതുക്കെ എഡിറ്റ് കഴിഞ്ഞു. നീലിനെയും നീലിന്റെ പുറകെ നിൽക്കുന്ന ആ വലിയ ടീമിനെയും നോക്കിയിട്ട് കുല്ലൻ സെക്ഷനിലെ ലീഡർ നീലിനോട് പറഞ്ഞു, നീൽ, ശരിക്കും നിന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്.
ഞാനും ചെറുപ്പത്തിൽ നിന്നെപ്പോലെ ആയിരുന്നു. ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെതിരായി പോരാടാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചതാണ്. പക്ഷെ കാലം ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നീൽ, നിനക്കത് സംഭവിക്കരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നീൽ, ഈ നിൽക്കുന്ന സെക്ഷൻ മാസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ ഹൃദയം പറിച്ചാണ് ഓരോ 50 കൊല്ലം കൂടുമ്പോഴും ആ മിസ്റ്റിക് വേർഡിലേക്ക് അവരുടെ ആളുകളെ വിടുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് സങ്കടമില്ലാന്ന്? നേരത്തെ വിൻസെന്റ് മെയ് നിന്നോട് പറഞ്ഞു ഞങ്ങൾ അനുഭവിക്കുന്ന വേദന, സങ്കടം, നിവൃത്തികേട്. പക്ഷേ അതൊക്കെ ചെയ്തത് ഈ കുല്ലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പൊ നീ പറയുകയാണോ നിനക്കിപ്പോൾ നിന്റെ മാസ്റ്റേഴ്സ് വേണ്ട അവസരത്തിൽ നമുക്കൊപ്പം നിന്ന് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ എതിർക്കുമെന്ന്? പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഹുയാങ് സെക്ഷനിലെ ആ ആൻസസ്റ്ററൊപ്പം ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആളുകളെ പോയി കണ്ടിട്ടുണ്ട്. അവര് ശരിക്കും ശക്തരാണ്. അന്ന് ഞാൻ കണ്ട ആളുകൾ പലരും സെമി ഡിവൈൻ ലെവലിലും ഡിവൈൻ കിങ് ലെവലിലും അതുപോലെ പ്രിമോഡിയൽ കയോസ് ലെവലിലൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം, നമ്മളെ കൊണ്ട് അവരെ നേരിടാൻ പറ്റുമോ എന്ന്. ഒരു സെമി ഡിവൈൻകാരന് സുപ്രീം എംപർ ലെവലിലുള്ള ആളുകളെ നിഷ്പ്രയാസം ഇല്ലാതാക്കാം. മുകളിലോട്ടുള്ള ലെവലുകാർക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരു ഡിവൈൻ കിങ്കാരൻ ഇവിടെ എത്തിയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. നമുക്കിവിടെ സുപ്രീം എംപറേഴ്സ് ഇല്ലാത്തതല്ല വിഷയം. അവർക്ക് സെമി ഡിവൈൻ കിങ്ങിലേക്ക് ബ്രേക്ക് ത്രൂ നടത്താൻ പറ്റാത്തതാണ് നമ്മുടെ വിഷയം. അങ്ങനെ ബ്രേക്ക് ത്രൂ നടത്താൻ നമുക്ക് പറ്റിയിരുന്നുവെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം അവരെ നേരിടാൻ പറ്റിയേനെ. കുല്ലൻ സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്റർ ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എതിരാളികൾ ഈ കുല്ലൻ മലനിരകളിലെ സുപ്രീം എംപറേഴ്സിനേക്കാൾ ഒരുപാട് മുകളിലുള്ള കൾട്ടിവേഷൻ ലെവലുള്ളവരാണ്. സെമി ഡിവൈനും അതുപോലെ പ്രിമോഡിയൽ കയോസും ഒക്കെ അവരിൽ കോമൺ ആണ്. ആ ലെവലിലുള്ള ആളുകൾക്ക് സുപ്രീം എംപർ ലെവലിലുള്ള ആളുകൾ ഒരു വിഷയമേ അല്ല. അതാണ് ആ കുല്ലൻ സെക്ഷന്റെ ലീഡർ വ്യക്തമാക്കിയത്. അത് കേട്ടതും നീല് ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നമെന്ന്. നമ്മളിൽ അനവധി ആളുകൾ ഡാവോ യുവാൻ ലെവലിലുണ്ട്. ഡാവോ യുവാൻ ലെവലിൽ നമ്മൾ നമ്മുടെ ഡാവോ ഉറപ്പിക്കുന്ന സമയമാണ്. ഞാൻ 2 ഡാവോ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്, സോഡ് ഡാവോയും അതുപോലെ സ്ലാട്ടർ ഡാവോയും. യഥാർത്ഥത്തിൽ നീല് പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ഡാവോ യുവാൻ ലെവൽ എന്ന് പറയുന്നത് കൾട്ടിവേഷനിലെ 9th സ്റ്റേജാണ്. ആ സ്റ്റേജിന് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. കൾട്ടിവേറ്റ് ചെയ്യുന്ന കൾട്ടിവേറ്ററുടെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കുകയും ആ ലക്ഷ്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഡാവോ യുവാൻ എന്ന് പറയുന്നത്. ശരിക്കും പാത്ത് ഫൈൻഡിങ് ലെവൽ എന്ന് നമുക്കതിനെ വിളിക്കാം. ഏത് പാത്തിലൂടെയാണ് ഇനി മുന്നേറേണ്ടതെന്ന് ആ യോദ്ധാവ് തീരുമാനിക്കുന്ന സമയമാണ്. നീല് തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്ത് സ്ലാട്ടറാണ്. എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് നീലിന്റെ പാത്ത്. അതേസമയത്ത് സോഡും നീലിന്റെ പാത്താണ്. ആ സോഡ് പാത്തും നീല് തിരഞ്ഞെടുക്കുന്നുണ്ട്. സോഡിലൂടെയാണ് നീല് എതിരാളികളെ അവസാനിപ്പിക്കുന്നത്. ഇതേപോലെ ആ എൽഡേഴ്സ് പലരും ഒന്നിലധികം ഡാവുകൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഒന്നിലധികം പാത്തുകൾ പ്രാക്ടീസ് ചെയ്യും. 1, 2, 3, 4 പാത്തുകൾ പ്രാക്ടീസ് ചെയ്ത് അതിലൊക്കെ എക്സ്പെർട്ടുകളായിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. അതിന്റെ കാരണം അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പൊ നീൽഗിരി 2 പാത്തുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, സോഡ് പാത്തും അതുപോലെ സ്ലോട്ടർ പാത്തും. രണ്ടിന്റെ പാരമ്യത്തിലേക്ക് നീലിന് എത്താൻ പറ്റും. പാരമ്യത്തിൽ എത്തുന്നത് പലപ്പോഴും സുപ്രീം എംപർ ലെവലിൽ എത്തുമ്പോഴായിരിക്കും. പക്ഷെ അതിനു മുമ്പ് ഈ 2 പാത്തുമായി ബന്ധപ്പെട്ട് നീലിന്റെ ഡാൻഡിയനിൽ ചെറിയ ഒരു സംഭവം ഉണ്ടാവും. അതിനെ എംബ്രിയോ ജനനം എന്നാ പറയുക. ഒരു ഭ്രൂണം ഉണ്ടാവും, ഒരു ചെറിയ ഭ്രൂണം, ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലുള്ള ഒരു ഭ്രൂണം. അത് ചിലപ്പോൾ ഈ സോഡ് പാത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ലോട്ടർ പാത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം. അതൊരു ഐഡന്റിറ്റിയാണ്. ഏത് പാത്താണ് ഈ യോദ്ധാവ് തിരഞ്ഞെടുക്കുന്നതെന്ന് ആ എംബ്രിയോ കാണുന്ന ആർക്കും മനസ്സിലാവും. അത് വിസിബിൾ അല്ലെങ്കിലും ആ എംബ്രിയോ ആണ് ആ ആളുടെ മുന്നോട്ടുള്ള വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകം. നീലിന്റെ ഉള്ളിൽ 2 എംബ്രിയോ പതുക്കെ ഡെവലപ്പായി വരും. നീലിപ്പോ ഡാവോ യുവാന്റെ 5th സ്റ്റേജിൽ നിൽക്കുന്നേ ഉള്ളൂ. 9th സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ 2 എംബ്രിയോയും ശക്തമാകും. അങ്ങനെയുള്ള 3, 4 എംബ്രിയോകൾ ശക്തരായ ആളുകളാണ് ഇപ്പോൾ നീലിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന സെക്ഷൻ മാസ്റ്റേഴ്സും ഒക്കെ അങ്ങനെയാണ്. ഒന്നിലധികം ഡാവോകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെയും. അവർക്ക് ആർക്കും തന്നെ ആ ഡാവോ യുവാനിൽ നിന്ന് സുപ്രീം എംപറർ ആയതിനു ശേഷം ആ എംബ്രിയോ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നല്ലാതെ ആ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ആ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ പറ്റില്ല എന്നാണ് കുല്ലൻ സെക്ഷന്റെ ആ ലീഡർ പറഞ്ഞത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നീലിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ ഡാവോ യുവാൻ ലെവലിൽ നമ്മുടെ എംബ്രിയോകൾ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് അനായാസമായിട്ട് സുപ്രീം എംപർ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും.
ട്രിബുലേഷനെ മറികടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സുപ്രീം എംപറർ ആവുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്കിങ്ങിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇമോർട്ടൽ ആർട്ടിഫാക്റ്റുകളാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് അതാണ്. ഞാനിവിടെ ഒരു ആർട്ടിഫാക്റ്റ് റിഫൈനിങ് ഫാക്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ നമ്മുടെ യോദ്ധാക്കൾക്ക് ആവശ്യമായ ആർട്ടിഫാക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇമോർട്ടൽ ആർട്ടിഫാക്റ്റുകൾ ഉൾപ്പെടെ നിർമ്മിക്കും. സുപ്രീം എംപറൽ ലെവലിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും സെമി ഡിവൈൻ ലെവലിലേക്ക് അതുവഴി ബ്രേക്ക് ചെയ്യും. നീല ആ വാചകം പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് അവിടെ ഒരു വല്ലാത്ത ആഹ്ലാദവും ആവേശവും ഉണ്ടാവുകയാണ്. എത്രയോ വർഷങ്ങളായി സുപ്രീം എംപറൽ തടങ്കിൽ കിടക്കുകയാണ് ആ യോദ്ധാക്കൾ എല്ലാവരും. അവർക്കിതാ ബ്രേക്ക് ത്രൂവിനുള്ള ഒരു ചാൻസ് വരികയാണ്. ഇമോർട്ടൽ ആർട്ടിഫാക്റ്റ് അവരെ അതിന് സഹായിക്കും. നീലത് ഉണ്ടാക്കി നൽകാമെന്നാണ് അവരോട് പറഞ്ഞത്. ഞാൻ ഈ ഇമോർട്ടൽ വെപ്പൺസ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും എൻ്റെ മാസ്റ്റേഴ്സിന്റെ സഹായത്താലാണ്. ഇത് മാത്രമല്ല, ഞാനിവിടെ ഒരു ആൽക്കമി അസോസിയേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ആൽക്കമി അസോസിയേഷൻ നമ്മുടെ യോദ്ധാക്കൾക്ക് ആവശ്യമായ മെഡിസിനൽ പിൽസ് ഉണ്ടാക്കി നൽകും. അതും ഡിവൈൻ പിൽസും ഇമോർട്ടൽ പിൽസും. അതോടെ കേട്ടതും ആ ജനത്തിന്റെ ആവേശം അങ്ങ് വല്ലാത്ത ലെവലിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ മാസ്റ്ററും വൈസ് സെക്ഷൻ മാസ്റ്ററും എൽഡേഴ്സും നമ്മുടെ ജീനിയസും ഒക്കെ ഇപ്പോൾ ഒന്നായതുപോലെയായി. അവരുടെയൊക്കെ തടസ്സങ്ങൾക്ക് ഇതാ പരിഹാരം ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ മെഡിസിനൽ പിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി കോർട്ടവറിന്റെ ദൗത്യം. കോർട്ടവർ ഇപ്പോഴേ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിവേഗതയിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പിൽസ് നിർമ്മിക്കുന്നത്. നീൽഗിരി ഓൾറെഡി പിൽസും നിർമ്മാണത്തിലേക്ക് കടന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും അവരുടെ എല്ലാവരുടെ ആവേശത്തിന്റെ അതിരിളങ്ങ് കടക്കുകയാണ്. നീൽ അവരുടെ ആവേശം ശ്രദ്ധിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പലരുടെ ശരീരത്തും ഞാനിപ്പോ സോൾ ബൈൻഡിങ് സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും അങ്ങനെ നിലനിർത്താൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ അടിമകളെ സൃഷ്ടിക്കുന്ന ആളെ അല്ല. മുന്നോട്ട് പോകുമ്പോൾ അതങ്ങ് മാറ്റാം. നീൽ അങ്ങനെ പറഞ്ഞതും പലരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നീൽഗിരി വിശ്വാസമാണ്. നീലിനെ അവർക്ക് വിശ്വാസമുണ്ടെന്ന് അവർ പറയുന്നത് വെറുതെ അല്ല, അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഡയലോഗാണ്. നീൽ അവരോട് പറഞ്ഞു, നോക്ക്, ഒരു കൊല്ലം കഴിയുമ്പോൾ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഇവിടെ വരുമ്പോൾ അവർക്ക് ഇതുവരെ ലഭിക്കാത്ത സ്വീകരണം നമ്മൾ കൊടുക്കും. അവന്മാർ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തു അതേ ശൈലിയിൽ അവന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യും. അവന്മാരെ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലും. നിങ്ങൾക്ക് അറിയാമല്ലോ, ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴി മാത്രമേ അവർക്ക് ഇവിടെ വരാൻ പറ്റൂ. ഇപ്പൊ വരുന്ന ആളുകളെ നമ്മൾ തട്ടിയാൽ അവന്മാർ പിന്നെയും മടങ്ങി വരാൻ കുറഞ്ഞത് 10 കൊല്ലം പിടിക്കും. ഈ 10 കൊല്ലം കൊണ്ട് ഞാൻ ഡാവോ ഇന്റഗ്രേഷൻ ലെവലിലേക്ക് കടക്കും. നിങ്ങളിൽ പലരും പ്രിമോഡിയൽ ലെവലിലേക്കും അതുപോലെ ഡിവൈൻ കിങ് ലെവലിലേക്കും സെമി ഡിവൈൻ കിങ്ങിലേക്കും ഒക്കെ എത്തും. അങ്ങനെ ഒരു ടീമിന്റെ മുന്നിൽ ഈ ബ്ലഡ് സ്പിരിറ്റ് കാൺകാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. 10 കൊല്ലം കഴിഞ്ഞ് ആരിവിടെ എത്തിയാലും പിന്നെ നമ്മുടെ കയ്യിൽ അവന്മാര് കൊല്ലപ്പെടും. നിങ്ങളുടെ പ്ലാനിന് വല്ലാത്തൊരു വ്യക്തതയുണ്ട്. ആ വ്യക്തമായ പ്ലാന് കേട്ടതും എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു തെളിച്ചം ഉണ്ടാവുകയാണ്. എത്രയോ കാലങ്ങളായി ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ആ ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരെല്ലാം കുല്ലൻകാരാണെന്നുള്ള ബോധമുണ്ട്. ശരിക്കും ആ ബോധം അങ്ങനെ ഉള്ളപ്പോൾ തന്നെയാണ് അവര് കുല്ലൻകാരെ രക്ഷിക്കാൻ വേണ്ടി 2 പേര് വീതം 50 കൊല്ലത്തിനിടയിൽ ബലി കൊടുക്കുന്നത്. അതും അവരെ മനസ്സിന് സങ്കടപ്പെടുത്തിയിട്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മറികടക്കാൻ പോവുകയാണ്. അവരുടെ എല്ലാ തെറ്റുകളിൽ നിന്നും അവരെ ശരിയിലേക്ക് നയിക്കാൻ ഒരു മെസ്സിഹ അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീൽഗിരിയെ അവര് വല്ലാത്തൊരു ഭാവത്തോടെയാണ് ഇപ്പൊ കാണുന്നത്. സകലരും ഒരു കാലം അടക്കി നീലിനെ വണങ്ങുമ്പോൾ സംസാര ഗ്രേവിയാർഡിനകത്ത് ഒരു സംഭാഷണം നടക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നീലിന്റെ സോൾ പവർ വർദ്ധിപ്പിക്കണം. അതിന് അവിടെ പോയേ പറ്റൂ. നീ ബൈജാൻ അത് പറഞ്ഞതും ഷൂലിനേക്ക് നീ ബൈജാനോട് ഒഴിക്കുകയാണ്, ഏയ് ബൈജാൻ, താങ്കൾ എന്തായി പറയുന്നത്? അവിടേക്ക് പോയാൽ നീൽ ഉറപ്പായി കൊല്ലപ്പെടും. എനിക്ക് പോലും അവിടെ പിടിച്ചിരിക്കാൻ പ്രയാസമാണ്. ഏയ് ലിനേക്കർ, നമ്മുടെ മുന്നിൽ ആകെ ഒരു കൊല്ലമേ ഉള്ളൂ. അതിനിടയിൽ നീല് ശക്തനായില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അവരങ്ങനെ സംസാരിക്കുമ്പോഴേക്കും നീൽഗിരിയുടെ ബോധമനസ് അവിടേക്ക് എത്തുകയും ചെയ്തു. നീല് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. എന്താ, എവിടെ പോകുന്ന കാര്യം പറഞ്ഞത്? നീൽ, അതൊന്നും ശരിയാവില്ല. ഷൂലിനേക്കർ അങ്ങനെ പറഞ്ഞതും ബൈജാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഈ കുല്ലനിൽ 2 സ്ഥലങ്ങളുണ്ട്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത 2 സ്ഥലങ്ങളാണ്. അവിടെ അപകടമുണ്ട്, പക്ഷേ അവസരമുണ്ട്. നീ അത് മുതലാക്കിയാൽ നിന്റെ സോൾ പവർ മാത്രമല്ല, നിന്റെ മുഴുവൻ സ്ട്രെങ്തും വർദ്ധിക്കും. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ നേരിടാൻ നീ ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് നിന്റെ ബോഡി. നീ ഇപ്പോ സുപ്രീം എംപറർ ലെവലിൽ നിൽക്കുന്ന ആളുകളെ നിന്റെ കൈക്കരുത്ത് കൊണ്ടാണ് നേരിടുന്നത്. പക്ഷേ ആ കൈക്കരുത്ത്
സുപ്രീം എംബർ ലെവലിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളെ നേരിടുമ്പോൾ നിനക്ക് ഉപയോഗപ്പെടില്ല. നീൽ, ഈ കുല്ലലിൽ വളരെ അപൂർവം ആളുകളാണ് ബോഡി റിഫൈനിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. എല്ലാവരും സ്പിരിച്വൽ എനർജിയാണ് അവരുടെ ഡെവലപ്മെന്റ്സിൽ ഉപയോഗിക്കുന്നത്. നീ ഇതിന്റെ ബോഡിയും ഒരുപോലെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ബോൺ കണ്ടൻസേഷൻ ലെവലിലേക്ക് കടക്കാൻ പറ്റിയത്. പക്ഷെ നീ ഒരു കാര്യം തിരിച്ചറിയണം. ഈ ബോഡി റിഫൈനിങ് ആക്ടിവിറ്റീസിൽ രണ്ടാമത്തെ ലെവൽ മാത്രമാണ് ബോൺ കണ്ടൻസേഷൻ. എല്ലുകളെ കണ്ടൻസ് ചെയ്യാനും പൊട്ടിയ എല്ലുകൾ വേഗം യോജിപ്പിക്കാനും ഒക്കെ ആ ലെവലിലെത്തുന്ന ഒരാൾക്ക് എളുപ്പം പറ്റും. നിന്റെ കൈ ഒടിഞ്ഞാൽ അതിവേഗം ശരിയാകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നീൽ സെമി ഡിവൈൻ ലെവലിലോ ഡിവൈൻ കിങ് ലെവലിലോ ഉള്ള ഒരാൾ നിന്നോട് എതിരിടുമ്പോൾ നീ അവരുടെ ബോഡിയെ ഭയക്കേണ്ടി വരും. കാരണം അവരുടെ ബോഡി ഓവർലോഡ് ബോഡിയാണ്. ബോൺ കണ്ടൻസേഷന്റെ നേരെ മുകളിലുള്ള ലെവലാണ് ഓവർലോഡ് ബോഡി. ആ ബോഡിക്കാരനെ നീ എതിരിടുമ്പോൾ അയാളുടെ ഒരു ഇടി പോലും താങ്ങാൻ നിനക്ക് പറ്റത്തില്ല. അവരെ പരിക്കേൽപ്പിക്കാനും നിനക്ക് പറ്റില്ല. ആ സമയത്ത് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചുള്ള മാന്ത്രിക ആയുധങ്ങൾ ചിലപ്പോൾ ഫലപ്പെട്ടൊന്നും വരത്തില്ല. ബോഡി ശക്തി കുറവായ ആളുകളും ഈ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് പലപ്പോഴും എതിരാളികളെ തളയ്ക്കാറുണ്ട്. പക്ഷെ അതൊക്കെ സുപ്രീം എംബർ ലെവലിന്റെ താഴെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നടക്കത്തുള്ളൂ. മുകളിലേക്കുള്ള ആളുകളുടെ ബോഡി ശരിക്കും ശക്തമാണ്. ഓവർലോഡ് ബോഡിയിൽ നിന്ന് ആസ്ട്രൽ ട്രാൻസ്ഫോർമേഷൻ ബോഡിയിലേക്ക് ഒരാൾ കടന്നാൽ പിന്നെ അയാളുടെ ബോഡി അൺബിലീവബിളി സ്ട്രോങ് ആവും. ആ ബോഡിയിലേക്കൊക്കെ നീൽഗിരിക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈറ്റിലും പരിക്കേൽക്കുമെന്നുള്ള പേടി വേണ്ട. പരിക്കേൽക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പരിക്കേൽക്കണമെങ്കിൽ നീലിന്റെ ആ ശക്തമായ ബോഡിയേക്കാൾ ശക്തിയുള്ള ഒരാള് നീലിനെ എതിരിടണം. എന്നാലും അങ്ങനെയുള്ള ആളുകൾ ഈ പ്രിമോഡിയൽ കയോസ് ലെവലിന് താഴെ എന്തായാലും ഉണ്ടാവില്ല. ആ കാര്യം നീൽ ബൈജാൻ നീലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും ഷൂലിനേക്ക് നീലോട് പറഞ്ഞു, നീ ബൈജാൻ പറഞ്ഞ സ്ഥലത്തേക്കൊന്നും പോണ്ട, അത് അപകടമാണ്. മാസ്റ്റർ, അങ്ങ് എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നീ ഇതിനെ ഭയക്കുന്നത്? ഒരു കൊല്ലമില്ലേ ഇനി ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഇവിടേക്ക് വരാൻ? മാസ്റ്റർ, ആദ്യം എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷേ എന്റെ മനസ്സിപ്പോ എന്നോട് പറയുന്നു 2 ആഴ്ചക്കുള്ളിൽ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഇവിടെ എത്തുമെന്ന്. നീ എന്തായി പറഞ്ഞേ? അതെ മാസ്റ്റർ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. നീൽഗിരിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായെന്ന് നീൽ പറഞ്ഞപ്പോ മോർണിംഗും ഷൂ ലിനേക്കറും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു പോവുകയാണ്. ട്യൂബ് മാസ്റ്ററുടെ രക്തം ആക്ടിവേറ്റ് ആയി തുടങ്ങുന്നു. വളരെ സൈലന്റ് ആയിട്ട് ഉറക്ക അവസ്ഥയിൽ കഴിയുന്ന നീൽഗിയുടെ രക്തം ഇതാ അതിന്റെ യജമാനനെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. അതുകൊണ്ടാണ് 2 ആഴ്ച കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നീലിന് ഇപ്പോ മണത്തറിയാൻ പറ്റുന്നത്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ വേറൊരു മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണ്. അവരുടെ വരവ് 2 ആഴ്ചയ്ക്ക് മുമ്പേ നീലിന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നീലിന്റെ ബ്ലഡ് ശരിക്കും ആക്ടിവേറ്റഡ് ആവണം. നീലിന്റെ ബ്ലഡ് ആക്ടിവേറ്റ് ആയി കിട്ടിയാൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട എന്ന കാര്യം മോർണിംഗിനും അറിയാം, അതുപോലെ ഷൂ ലിനേക്കർക്കും അറിയാം. അതുകൊണ്ടാണ് അവരുടെ കണ്ണുകളിൽ ആ പുഞ്ചിരി ഉണ്ടായത്. നീല് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 3 പേരും നീൽ ആവശ്യമായ ഉപദേശങ്ങളും അത്യാവശ്യം പ്രൊട്ടക്ഷൻ സാധനങ്ങളും കൊടുത്തു. നീലിന്റെ ബോധമനസ്സ് പുറത്തേക്ക് വരുമ്പോഴേക്കും ആകാശത്ത് നിന്ന് ചില അനക്കങ്ങളൊക്കെ കാണുകയാണ്. അവിടേക്ക് സാക്ഷാൽ ഹാൻഡ് ജോബ്സും 5 ആളുകളും പറന്നിറങ്ങി. അവര് ശരിക്കും പ്രായമുള്ള ആളുകളാണ്. അവരെ കണ്ടതും നീൽഗിരി അവരെ നോക്കി കൈകൂപ്പി. നീലിനെ കണ്ടതും ആ 5 പേരൊന്ന് ചിരിച്ചു. ഹേയ് നീൽഗിരി, നിന്നെക്കുറിച്ച് പറയുവാൻ ഈ ഹാൻഡ് ജോബ്സിന് 100 നാവാണ്. എന്തായാലും നിന്നെ കണ്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അതിന്റെ കണ്ടിന്യൂഷനായി ഹാന് നീലിനോട് പറഞ്ഞു, അന്ന് ആ ഹുയൻ കുടുംബത്തിലെ ആ ആൻസസ്റ്റർ നേടാൻ ഞാൻ പോയില്ലേ, അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഇവർ 5 പേരുമാണ്. നീൽ, ഇനി ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഉണ്ടാവും. സുപ്രീം മെമ്പർ ലെവലിലെ 9th സ്റ്റേജുകാരാണ് ആ 6 പേരും. ഹാൻഡ് ജോബ്സും ബാക്കിയുള്ള 5 പേരും അതിശക്തർ. ആ ശക്തിയുടെ വരവ് നീലിന്റെ ആത്മവിശ്വാസം ശരിക്കും അങ്ങ് കൂട്ടി. നീല് ഹാൻഡ് ജോബ്സിനോടായി പറഞ്ഞു, ഹാൻഡ് ജോബ്സ്, ഞാൻ എന്റെ പവർ ഒന്ന് വർദ്ധിപ്പിക്കാൻ അടിയന്തരമായി സെക്ലൂഷനിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. അതുവരെ ഈ റേഡിയന്റ് ഹാളിനെ നോക്കി നടത്താനുള്ള ചുമതല അങ്ങേക്ക് ഞാൻ നൽകുകയാണ്. അങ്ങ് ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം. റേഡിയന്റ് ഹാളിൽ നമുക്ക് മരുന്ന് ഉൽപാദനവും ആയുധങ്ങളുടെ ഉൽപാദനവും പരിശീലനവും എല്ലാം നടക്കണം. അതോടൊപ്പം ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളെ ഇല്ലാതാക്കിയും വേണം. അങ്ങും ഈ എൽഡേഴ്സും ബാക്കി നമ്മുടെ ഈ കൂടെയുള്ള ആളുകളിൽ ചേർന്ന് ഹുയൻ കുടുംബത്തെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പോഴേക്കും ഞാൻ മടങ്ങിയെത്താം. അതിന് മറുപടിയായി ഹാൻഡ് ജോബ്സ് പറഞ്ഞു, നീൽ സാരമില്ല, നീ പൊയ്ക്കോ, ബാക്കി ഞങ്ങൾ ഏറ്റു. ആ വന്ന 5 എൽഡേഴ്സും നീലിനോട് അത് തന്നെ പറഞ്ഞു.
നീൽഗിരി ഭയക്കേണ്ട കാര്യമില്ല, നീ ശക്തി നേട്, ബാക്കി ഞങ്ങൾ ഏറ്റു. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അതേ വാചകമാണ് പറയുന്നത്. നീൽ പോയി വാ, പോയി വാ, പോയി വാ. അങ്ങനെ അവിടെയൊക്കെ ഒരു ആസ്വാദത്തോടുകൂടി നീല് യാത്ര തിരിക്കുകയാണ്. അതിവേഗതയിൽ ആകാശത്തൂടെ നീലങ്ങനെ പറന്നു പോകുമ്പോൾ നീല് യാത്ര ചെയ്യുന്നത് ഷൂലിനേക്കർ പറഞ്ഞു കൊടുക്കുന്ന ആ ദിശ അനുസരിച്ചാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ കടന്നു പോകേണ്ട വഴിയിലാണ് ഈ ഹാൻസ് കുടുംബവും അതുപോലെ ഹുയാങ് കുടുംബമൊക്കെ ഉള്ളത്. ആ കുടുംബത്തിന്റെ വസതിക്ക് സമീപം നീൽ എത്താറായതും പെട്ടെന്ന് നീൽ അങ്ങ് നിന്നു. നീൽ പെട്ടെന്ന് നിൽക്കുമ്പോൾ നീലിന്റെ ബോഡിയിലേക്ക് രക്തം ഇരച്ചു കയറുന്നതും ദേഷ്യം നീലിന്റെ മുഖത്തേക്ക് അങ്ങനെ പടരുന്നതും സ്വാഭാവികമായിട്ടും ഷൂ ലിനേക്കറിന്റെ ശ്രദ്ധ പിടിച്ചെടുത്തു. ലിനേക്കർ നീലോട് ചോദിച്ചു, ഏയ് നീൽ, എന്തു പറ്റി? മാസ്റ്റർ, എനിക്കിപ്പോ ഹക്സിക്ക് പോണം. ഹക്സിക്കോ? നീൽ, നീ എന്തായി പറയുന്നത്? നീല് പറഞ്ഞ 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഇവിടേക്ക് വരുമെന്ന്. അതിനു മുമ്പ് ശക്തി നേടണമെങ്കിൽ വേറെ മാർഗമില്ലെന്നും അറിയില്ലേ? മാസ്റ്റർ, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഹക്സിയിൽ എന്റെ കുടുംബവും എന്റെ ബന്ധങ്ങളും ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. സിയ ആപത്തിലാണ്. നീൽഗിരി സിയ റൂട്ട്സിനെ മാത്രം ഹക്സി എന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. നീല് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സിയ ഹക്സിക്ക് പുറത്ത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ബിസിനസ് ആക്ടിവിറ്റീസിൽ സജീവമായി നിൽക്കുകയായിരുന്നു. ആ സിയയ്ക്ക് എന്തോ ആപത്ത് സംഭവിക്കുകയാണെന്ന് നീലിന് ഒരു ബോധം ഉണ്ടാവുകയാണ്. നീലിന്റെ ഒരു തുള്ളി രക്തം നീല് വളരെ വിദഗ്ധമായി സിയയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിയ ആ ബ്ലഡിലൂടെയാണ് നീല് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നത്. ആ ബ്ലഡ് വല്ലാതെ ഇപ്പോ ഒന്ന് അനങ്ങുന്നുണ്ട്. സിയയ്ക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അതാണ് നീലിനെ പെട്ടെന്ന് അവിടെ പിടിച്ചു നിർത്തിയത്. ഷൂലിനേക്കറും നീ ബൈജാനും മോർണിംഗും ഒക്കെ നീലിന്റെ ഈ അവസ്ഥ വ്യക്തമായി തിരിച്ചറിയുകയാണ്. ബൈജാൻ നീലോട് പറഞ്ഞു, നീൽ, ഇപ്പൊ പോയില്ലെങ്കിൽ അപകടമാണ്. നമുക്ക് അവിടെ പോയതിനു ശേഷം ഹക്സിലേക്ക് പോയാലോ? സീനിയർ, അങ്ങനെയല്ല, ഹക്സിലേക്ക് എനിക്ക് പോയേ പറ്റൂ. അപ്പോ ഷൂലിനേക്കർ പറഞ്ഞു, നീൽഗിരി, സിയ റൂട്ട്സിനെ സംരക്ഷിക്കാനല്ലേ നിനക്ക് പോകേണ്ടത്? അവിടേക്ക് പോകാൻ ഇപ്പൊ ഒരുപാട് ആളുകളില്ലേ? നമ്മുടെ കയ്യിൽ ഒരുപാട് സുപ്രീം എംപറേഴ്സ് ഉണ്ട്. അവരാരെങ്കിലും ഹക്സിയിലേക്ക് അയച്ചാൽ പോരെ? ഹക്സിയിൽ സുപ്രീം എംപറർ ലെവലിൽ ഒരു യോദ്ധാവും ഉണ്ടാവില്ല. അവിടെ ആരെങ്കിലും സിയയ്ക്ക് പ്രശ്നമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താൻ, വെടിവന്നാൽ അവസാനിപ്പിക്കാൻ ഇവിടുന്ന് പോകുന്ന ഏത് സുപ്രീം എംപറർക്കും പറ്റും. അതിന് മറുപടിയായി നീൽ പറഞ്ഞു, ഏയ്, സിയെ തൊട്ട് കളിക്കാൻ ഞാൻ ഒരാളെയും അനുവദിക്കത്തില്ല. അങ്ങനെ നീൽ പറഞ്ഞതും പെട്ടെന്ന് നീൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഏയ് നീൽഗിരി, ഞാൻ പോയാലോ? ശബ്ദം കേട്ട് നീൽ തിരിയുമ്പോൾ നീൽ കാണുന്നത് നീലിന്റെ തൊട്ടുപുറയിൽ എത്തി നിൽക്കുന്ന സാക്ഷാൽ ജി സിക്വിനെയാണ്. സെക്രൂഷ്യലായിരുന്ന ജി സിക്വിന ഇതാ നീലിന്റെ തൊട്ടുപുറകെ എത്തിയിരിക്കുകയാണ്. സുപ്രീം എംപർ ലെവലിലേക്ക് കടന്നിരിക്കുന്ന ജി സിക്വിന ആ വാചകം പറഞ്ഞപ്പോൾ നീലിന് വല്ലാത്തൊരു ആശ്വാസം. സിക്വിനയിൽ നീലിന് ഒരുപാട് വിശ്വാസമുണ്ട്. സിക്വിന, അത് പിന്നെ അവിടെ നോക്ക് നീൽ, അവിടെ ഒന്നും സംഭവിക്കില്ല. എനിക്കറിയാം സിയ നിനക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ്. ആ സിയയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നീ ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് ജി സിക്വിന അതിവേഗം അവിടെ നിന്ന് മൂവ് ചെയ്യുകയും ചെയ്തു. ജി സിക്വിനയുടെ മനസ്സിൽ ഈ ജീലിൻ സിയെ കുറിച്ച് പറഞ്ഞ ആ നിമിഷം മുതൽ സിയെ ഒന്ന് കാണാനുള്ള ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെ ഹക്സിയിൽ പോയിട്ടുമില്ല. നീല് വന്ന ആ ഹക്സി ഒന്ന് കാണാനുള്ള ആഗ്രഹവും അവൾക്കുണ്ട്. ഈ 2 ആഗ്രഹങ്ങളുടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് അവളിപ്പോ ഹക്സിലേക്ക് തിരിച്ചിരിക്കുന്നത്. നീൽഗിരിയുടെ മനസ്സ് കീഴടക്കിയ ആ സുന്ദരി ആരെന്ന് ഒന്ന് അറിയണമല്ലോ. അതൊരു സ്വാഭാവികമായ ആവശ്യമാണ്. തന്റെ മനസ്സ് കീഴടക്കിയ നീൽഗിരിയുടെ മനസ്സ് ആരാണ് കീഴടക്കിയത്? അത് അറിഞ്ഞല്ലേ പറ്റൂ. കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നീൽഗിരിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ദ സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.